പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ദേവദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് ആൻറ്റി. കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, പുതിയ വർഷമൊക്കെ ദേവദാസൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നു. ആമേൻ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, പാസൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കർത്താവ് മാനിക്കട്ടെ. ദൈവം നടത്തിയ ഒത്തിരി വിധങ്ങളും വഴികളുമുണ്ട്. പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതങ്ങൾ അത് നമ്മുടെ പ്രേക്ഷകരുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് ശ്രദ്ധിച്ചാൽ അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ വർഷം അവരുടെ എല്ലാം ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരട്ടെ. ഫസ്റ്റ് ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി അപ്പാ. ഹല്ലേലൂയ. അപ്പാ, പ്രിയ കർത്താവിൻ്റെ ദാസന് വടിയും തിരുപ്പാതപിടത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയുടെ ദാസൻ്റെ മേൽ കർത്താവ് പകർന്നു കൊടുത്താട്ട് കേൾവിക്കാർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരണം. അങ്ങയോട് അടുക്കുന്നതിന്, അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുന്നതിന്, കേൾവിക്കാരുടെ ജീവിതത്തിൽ ആത്മീക വർധനമുണ്ടാകേണ്ടതിന് കർത്താവ് സഹായിക്കുമാറാകണമേ. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനുള്ള ഞങ്ങളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പാസ്റ്റർ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ്. ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യാം. ഓക്കെ പാസ്റ്റർ, താങ്ക് യു, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോയ്സ് ടി വിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടുള്ള സ്നേഹത്തെയും നന്ദിയെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. ഇത്തരത്തിലൊരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടി വിയുടെ സംഘാടകരോട്, അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദിയ സ്നേഹത്തെ പ്രാരംഭത്തിൽ തന്നെ അറിയിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ, വിശേഷാൽ ഇതുപോലൊരു പ്ലാറ്റ്ഫോം കർത്താവ് ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസി പറഞ്ഞതുപോലെ 2026 ആദിമഘട്ടത്തിൽ പ്രാരംഭ മാസത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഞാൻ ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മയല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് മുഴുവൻ മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു. കാരണം ഞങ്ങൾ വന്ന വഴികൾ, ഇപ്പോഴായിരിക്കുന്ന സ്ഥലം, ഇപ്പോഴായിരിക്കുന്ന മിനിസ്ട്രി, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ, ഞങ്ങളുടെ ശക്തി കൊണ്ടോ, ഞങ്ങളുടെ എബിലിറ്റി കൊണ്ടോ, ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ ഒരിക്കലും നേടാൻ കഴിയുന്നത് ഒന്നല്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ബിബിൻ മാത്യു, എൻ്റെ വൈഫിന്റെ പേര് ഹെലൻ രാജ്. അനുഗ്രഹിക്കപ്പെട്ട 5 വയസ്സുള്ളൊരു പൈതൽ ഞങ്ങൾക്കുണ്ട്, ബ്യൂല. സ്തോത്രം. ഇത്തരത്തിലൊരു ചെറിയ കുടുംബമായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഹല്ലേലൂയ തിരുവല്ലയ്ക്കടുത്ത് പായിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹിന്ദി ആരാധന ഹിന്ദിക്കാർക്ക് നടുവിൽ ഞങ്ങൾ ചെയ്തു വരുന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസ ആരംഭത്തിൽ പറഞ്ഞതുപോലെ 2026 പ്രഥമ ഞായറാഴ്ച ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലവാരങ്ങളിൽ ആ കർത്താവിന്റെ അനുഗ്രഹത്തെ അക്ഷരാർത്ഥത്തിൽ കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അനേക ആൾക്കാർ ക്രിസ്തുവിനെ അറിയുവാൻ ഓടി വരുന്ന ഒരു കാഴ്ച കൃപയാൽ കർത്താവ് ചെയ്തു വരുന്നു. നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന ഞാൻ ആരംഭത്തിൽ ചോദിക്കുന്നു. പക്ഷെങ്കിൽ ഇതിന്റെ പിന്നിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഹിന്ദി മിനിസ്ട്രി, അതിലുപരിയായിട്ട് ഒരു കർത്താവിന്റെ ദാസൻ എന്ന രീതിയിലൊന്നും വിളിക്കപ്പെടുവാനുള്ള യാതൊരു സവിശേഷതയോ അതിന് യാതൊരു ബാക്ക്ഗ്രൗണ്ട്സോ എന്നെ പേഴ്സണലി ആയിട്ടോ ഞങ്ങളുടെ കുടുംബപരമായിട്ടോ ഞങ്ങൾക്കില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതും ഒരു അധ്യാപക കുടുംബത്തിലാണ്. പ്രത്യേകിച്ച് ഞാൻ ജനിച്ചത് ആസാമിലായിരുന്നു. അതിനുശേഷം വളർന്നതൊക്കെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ്. ഏകദേശം ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം ആന്ധ്രാപ്രദേശിൽ പഠനം വീണ്ടും ആരംഭിച്ചു. ഏകദേശം 6ാം ക്ലാസ് കഴിയുമ്പോഴാണ് ഞാൻ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ 6ാം ക്ലാസ് മുതൽ കേരളത്തിൽ പഠിക്കുവാനിടയായി. 7ാം ക്ലാസ് മുതൽ ഇത് തികച്ചു പറയാം കേരളത്തില് വിദ്യാഭ്യാസം ആരംഭിച്ചു. എന്നാൽ മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വളർത്തുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ അധ്യാപകരുടെ മകനായിട്ടാണ് വളർത്തപ്പെട്ടത്. എനിക്ക് കീഴിൽ 2 സഹോദരങ്ങളുണ്ട്, ഒരു അനിയനുണ്ട്, അതുപോലെ ഒരു അനിയത്തിയുണ്ട്.
അപ്പോൾ ഞങ്ങൾ ഈ 3 പേരെയും അവർ വളർത്തുമ്പോൾ ഒരു അധ്യാപകന്റെ വീട് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ടീച്ചർമാരുടെ ഒരു സന്തതിയായി ഞങ്ങൾ വളരുമ്പോൾ ആ രീതിയിലായിരുന്നു ഞങ്ങളെ വളർത്തിയത്. പക്ഷെങ്കിൽ കൃപയാൽ കർത്താവിനെ അറിയുവാനുള്ള ഒരു വലിയ ഭാഗ്യം ഒരു യാഥാസ്ഥിക കുടുംബത്തിലായിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് അങ്ങനൊരു ഭാഗ്യം ലഭിച്ചു. റേഡിയോ ടെലിവിഷനിലൂടെ ഉള്ള ചില സന്ദേശങ്ങൾ കേട്ട് അമ്മ കർത്താവിനെ അറിയുവാനും അതിലൂടെ ആ രക്ഷിതാവിനെ സ്വീകരിക്കാനും അങ്ങനെ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസ സ്നാനം സ്വീകരിക്കാനും ഒക്കെയും അമ്മയ്ക്കൊരു വലിയ ഭാഗ്യം ദൈവം കൊടുത്തു. അങ്ങനെ ഒരു 7ാം ക്ലാസ് ഒക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് ആ കർത്താവിനെ അറിയാനുള്ള ആ രക്ഷയിലേക്ക് ഞങ്ങൾ തിരിയുന്നത്. അങ്ങനെ കേരളത്തിൽ ഞങ്ങൾ ആയിരിക്കുന്ന സമയത്തൊക്കെയും ഈ ഒരു രക്ഷാകരമായിരിക്കുന്ന അനുഭവത്തിലൂടെ ഞങ്ങളെ വളർത്തുമ്പോഴൊക്കെയും എപ്പോഴും ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മാത്സിന്റെ അധ്യാപകനാണ്. നന്നായിട്ട് മാത്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതിനാൽ കൃപയാൽ എനിക്കും നന്നായിട്ട് മാത്സിനോടൊരു പ്രത്യേക താല്പര്യവും അങ്ങനെ ഒരു ബുദ്ധി കർത്താവ് എനിക്ക് നൽകി. അപ്പൊ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ല പ്രൊഫസർ ആക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ BSc മാത്സ് പൂർത്തിയാക്കി. അങ്ങനെ BSc മാത്സ് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും അവരുടെ ഒരു ആഗ്രഹം എഞ്ചിനീയർ ആക്കണമെന്നുള്ള ആഗ്രഹത്താൽ വീണ്ടും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അങ്ങനെ അതും ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കാൻ കർത്താവ് സഹായിച്ചു. പക്ഷെ ഇതിനു ശേഷമുള്ള എൻ്റെ ചിന്ത മുഴുവൻ ഒരു ജോലി ആയിരുന്നു എൻ്റെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം. ജോലി, എങ്ങനെയുള്ള ഒരു ജോലി സമ്പാദിക്കണം, കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, പഠിക്കുന്ന ഓരോ സമയത്തും ഞങ്ങളുടെ അമ്മ എന്നോട് എപ്പോഴും ഇങ്ങനെ പറയും, എത്രത്തോളം നിനക്ക് പഠിക്കാം അത്രത്തോളം പഠിച്ചോ, പക്ഷെങ്കിൽ കർത്താവിന്റെ വേലയിൽ പ്രത്യേകിച്ച് വടക്കേന്ത്യയിൽ നിൽക്കാൻ ഒരു വലിയ വിളി കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു വിളിക്ക് അനുസൃതമായിട്ട് ജീവിതത്തെ തിരിക്കണം എന്ന് എപ്പോഴും എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും അങ്ങനെ പോകണം, അമ്മ വിചാരിക്കുന്ന തലങ്ങളിലേക്ക് പോകണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെങ്കിൽ സത്യം പറഞ്ഞാൽ അതിനുള്ള യാതൊരു ട്രെയിനിങ് ആവട്ടെ, അതിനുള്ള യാതൊരു അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്നാൽ മാതാപിതാക്കൾ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് അവർ ഞങ്ങളുടെ ചെറുപ്പത്തിലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും ആത്മാഭിഷേകത്തെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്കത് പറഞ്ഞു തരുവാനിടയായി. സ്തോത്രം. ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്തും ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ആഗ്രഹമുണ്ട് കർത്താവിന്റെ വേല ചെയ്യണം. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ വീട്ടിൽ വന്ന ഈ പ്രായമുള്ള ചില അമ്മച്ചിമാരൊക്കെ ചില സമയത്ത് ഈ ഭവന സന്ദർശനം ആ കാലത്തൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അവരെടുത്ത തീരുമാനങ്ങളായിരിക്കും അവരുടെ ഭർത്താവിന് കിട്ടിയ സൗഖ്യം അല്ലെങ്കിൽ ആ ആന്റിമാർക്ക് കിട്ടിയ സൗഖ്യം അവർ ഹോസ്പിറ്റൽ മിനിസ്ട്രി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്നൊരു പതിവ് അവർക്കുണ്ട്. അങ്ങനെ ഒരു പതിവ് ഈ ആന്റിമാർക്കുണ്ട്. അങ്ങനെ ഈ ആന്റിമാരെ ചിലർ ഞങ്ങളുടെ വീട്ടിൽ സന്ദർശിക്കാൻ ഒരു ഭാഷ ഇങ്ങനെ വന്നപ്പോൾ അതിലൊരു ആന്റി എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ നിന്നെ വടക്കേന്ത്യയിൽ ദൈവം ഉപയോഗിക്കും, ഹിന്ദിക്കാരുടെ നടുവിൽ കർത്താവ് ഉപയോഗിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ദൂതല്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമാണ്, ഇവൻ മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നല്ല പ്രാവീണ്യമുണ്ട്, നന്നായിട്ട് മാത്സ് അറിയാം എന്ന് പറയാം. പക്ഷെ അതേ സമയത്ത് അതിനുള്ളിൽ ഹിന്ദിയുടെ മാർക്ക് കാണാമെന്ന് ഒരാൾക്ക് പറയാൻ പറ്റും, ഇവന്റെ ആയുസിൽ ഒരു ഹിന്ദി സംസാരിക്കുകയല്ല. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ കൊച്ചിലെ മുതലേ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. എൻ്റെ മാതാപിതാക്കൾ ട്യൂഷൻ ടീച്ചേഴ്സുമായിട്ട് കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് ഒത്തിരി ട്യൂഷന് ഞാൻ പോകുമായിരുന്നു. പക്ഷെ ഞാൻ ഈ ട്യൂഷനൊക്കെ പോകുമ്പോഴും ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനാണെങ്കിലും ഒരു ഹിന്ദിയുടെ എക്സാം വരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ പപ്പയോട് പറയും, അച്ചാച്ചാ നാളെ ഇന്ന ആൾക്ക് ഹിന്ദിയുടെ എക്സാമാ, അതുകൊണ്ട് അച്ചാച്ചൻ ആ ട്യൂഷൻ പോയി എടുക്കണം, ഞാൻ അച്ചാച്ചന്റെ ട്യൂഷൻ എടുത്തോളാം. അപ്പൊ ഞങ്ങൾ ഇന്റർചേഞ്ച് ചെയ്യും. റീസൺ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഇപ്പം ഒരു മാങ്ങയുടെ ചോട്ടിൽ നമ്മൾ സേബ് എന്ന് എഴുതിയാൽ ഞാൻ പിള്ളേരെ പഠിപ്പിക്കും, മാങ്ങ എന്ന് പറഞ്ഞാൽ സേബ് എന്ന് പഠിപ്പിച്ചു കളയാം. പക്ഷെ സത്യത്തിൽ ഇത് ആപ്പിളാണ്. പക്ഷെ എനിക്ക് അത്രയ്ക്കുള്ള ഒരു ജ്ഞാനമേ ഹിന്ദിയുമായി വായിക്കും എഴുതുമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ഹിന്ദിയെ കുറിച്ച് യാതൊരു പ്രാവീണ്യമില്ല. പഠിച്ചപ്പോൾ ഉള്ള ഹിന്ദികൾ ജസ്റ്റ് കഷ്ടിച്ച് ജയിക്കാനുള്ള ഹിന്ദി മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ സമയത്താണ് അങ്ങനെ ഒരു ദൂത് ഞാൻ കേൾക്കുന്നത്, ഹിന്ദിക്കാരുടെ നടുവിൽ കർത്താവിനെ ഏറ്റുപറയും, ആ കർത്താവിനെ പ്രസംഗിക്കും, കർത്താവിനെ സാക്ഷീകരിക്കും. അപ്പം ആക്ച്വലി ഇതൊന്നും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഞാൻ ഡൽഹി, ബോംബെ, അതുപോലെ ഗുജറാത്ത് ഈ സ്ഥലങ്ങളിൽ ഞാൻ ഒരു അധ്യാപകനായിട്ട് പല സ്ഥലങ്ങളിൽ ഞാൻ വേല ചെയ്യാനിടയായി. പക്ഷെ അവിടെയൊക്കെയും എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷിന്റെ മികവിൽ ഞാൻ പഠിപ്പിച്ചു പോന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷമാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതും ഒരു ദൈവവിളിയുടെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിക്കുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് ഞാൻ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു അറിയപ്പെടുന്ന ദൈവസഭയിൽ ഏകദേശം 6 or 7 വർഷം
അവിടെ ഞാൻ കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ട് നിന്നു. കർത്താവിന്റെ വേല എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓഫീസിലെ ടെലികോളറായിട്ടും അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫായിട്ടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ടും അവിടുത്തെ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ അഡ്മിനിസ്ട്രേഷനിലും അക്കൗണ്ട് സെഷനിലും മാറി മാറി പ്രവർത്തിക്കാനുള്ള വലിയ ഭാഗ്യം എൻ്റെ ചെറുപ്രായത്തിൽ കർത്താവ് എനിക്ക് നൽകി. അപ്പോൾ ഞാൻ ആ ചർച്ച നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടിനു ജോർജ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് വിദേശത്ത് പോകുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട തലേദിവസം എന്നെ വീട്ടിലോട്ട് വിളിപ്പിച്ചു. കാരണം നോർമലി ഇങ്ങനെ പോകുന്ന നേരത്ത് എനിക്ക് ചെക്ക് ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ട് പാസ്റ്ററിൽ നിന്ന്. അപ്പൊ ഒരു ഫുൾ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് അടുത്ത ദിവസം ചെക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ സൈന് വേണ്ടുന്ന ചെക്കുകളെല്ലാം ഞാൻ എഴുതി റെഡിയാക്കി പാസ്റ്റർ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പതിവുണ്ട്. അപ്പൊ പോകുന്നതിന്റെ തലേന്ന് അദ്ദേഹം എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നു, ചെക്കുകൾ അദ്ദേഹത്തിന് മുമ്പിൽ കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രെയർ റൂമിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി വരാൻ പറഞ്ഞു, മൊബൈല് റെക്കോർഡിംഗ് മോഡ് ഓൺ ആക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കി ഈ അടുത്തുള്ള യാത്രകൾ കുറച്ച് ആഴമേറിയ യാത്രകളാണ്, അപ്പൊ അതെല്ലാം ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാനാണ് അദ്ദേഹം എന്തൊക്കെ നിർദ്ദേശങ്ങൾ തരാൻ പോവാണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് ആത്മാവിൽ ദൂത് പറയാൻ തുടങ്ങി. അപ്പൊ എന്നോട് മോനെ, ദൈവം നിന്നെ ഒരു അഭിഷക്തനായിട്ട് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവാണ്, അനേകരെ നീ സ്നാനപ്പെടുത്തും, വടക്കേന്ത്യയിൽ ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. നീ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ്, ഈ അക്കൗണ്ട്സ് എന്തിനാണ് എന്നെ ഇട്ടേക്കുന്നത്, എന്തിനാണ് എന്നെ മീഡിയയിൽ ഇട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഒരു തരത്തിൽ കേൾക്കുമ്പോൾ മറ്റൊരു തരത്തിൽ എനിക്കൊരു ഭീതിയാണ്. കാരണം ഞാൻ ആരുടെ കീഴിലാണോ ജോലി ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് എന്നോട് പ്രവചിച്ച് പറയുന്നത്, നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, നീ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആകെ ഒന്നും മനസ്സിലാക്കാത്ത രീതി ഞാൻ ഇങ്ങനെ കേട്ടിങ്ങനെ അമ്പരന്നിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കർത്താവിനെ കാണിക്കുന്നവന്, ബീഹാർ എന്നൊരു സ്ഥലം. ഞാൻ ആമേൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബീഹാറിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, പക്ഷേ ആരുമില്ല. എന്നാൽ നിന്നെ ബീഹാറിൽ കർത്താവ് വേലയ്ക്ക് വേണ്ടി അയക്കാൻ പോവാണ്, നീ പ്രാർത്ഥിച്ചോണം, ബീഹാറിൽ നിനക്ക് വലിയൊരു വേലയുണ്ട്. അപ്പം ഇതിനുശേഷം അപ്പൊ ഈ ഒരു ദൂത് ഞാൻ കേൾക്കുമ്പോൾ, ഞാൻ വിവാഹിതനല്ല, 2016 ഞാൻ ഈ ദൂത് കേൾക്കുന്നത്. അതിനടുത്ത വർഷം 2017 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് ഞാൻ വിവാഹിതനാകുന്നത്. അങ്ങനെ വിവാഹം കഴിയുമ്പോഴും ഞാൻ ഈ ചർച്ചിൽ തന്നെ അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന സമയത്താണ് വിവാഹമൊക്കെ നടക്കുന്നത്. അവിടുത്തെ മീഡിയയിൽ ഞാൻ വർക്ക് ചെയ്ത് അങ്ങനെ തുടർന്ന് പോകുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ അതേ അടുത്ത വർഷം, അതായത് 2018 ജനുവരി മാസമായപ്പം അതിന്റെ 30-ാം തീയതി, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എന്റെ പിറന്നാളിന്റെ ദിവസമാണ്, പാസ്റ്റർ എന്നെ ചർച്ചിലേക്ക് വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു ചർച്ചിലോട്ടൊന്ന് വരണം, പേഴ്സണലി കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ന്യായമായിട്ട് ഞാൻ രാവിലെ ഇവിടെ ചെല്ലുന്നു. അപ്പൊ എന്നെ എന്തോ കാര്യത്തിന് വിളിപ്പിച്ചു. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ പാസ്റ്ററെ കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ അസിസ്റ്റന്റ് പാസ്റ്ററാണ് അവിടെ ഉള്ളത്, അപ്പൊ അദ്ദേഹമാണ് വന്ന് എന്നെ കാണാനിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വന്നില്ല. അപ്പൊ ന്യായമായിട്ട് തൊട്ടപ്പുറത്തെ ക്യാബിൻ എന്റെ ക്യാബിനാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോർമലി എന്റെ ജോലി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫേസ്ബുക്കും വാട്സാപ്പും അതുപോലെ മെയിലുകളെല്ലാം നോക്കുക, ഇതൊക്കെയായിരുന്നു ആദ്യത്തെ ക്രമം. ആദ്യത്തെ 1-2 മണിക്കൂർ ഇത് മൊത്തം നോക്കാൻ, സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഫേസ്ബുക്കിനകത്ത് ഞാൻ അഡ്മിൻ ആയിട്ട് എന്നെ കാണുന്നില്ല. പിന്നെ ഞാൻ മെയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മെയിൽ എനിക്ക് അക്സസബിൾ അല്ല, മെയിൽ ഓപ്പൺ ആയി വരുന്നില്ല, റോങ് പാസ്വേഡ് എന്ന് കാണിക്കുന്നു. പിന്നെ അടുത്ത ഓരോ ആപ്ലിക്കേഷൻ ഞാൻ ഓൺ ആക്കുമ്പോഴും എല്ലാം റോങ് പാസ്വേഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി ആരോ പാസ്വേഡ് മാറ്റി. അപ്പൊ ഞാനോടത്ത് ഇത് എന്ത് പറ്റി, ഞാൻ അറിയാതെ എന്റെ സിസ്റ്റത്തിൽ ആരാ ഇത് ചെയ്തേ. അപ്പൊ ഞാൻ പിന്നെ വിളിച്ച് അടുത്ത അറിയാവുന്ന മീഡിയയിലുള്ള മറ്റൊരു ഓപ്പറേറ്റേഴ്സിനെ, ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പം പറഞ്ഞ് ഞങ്ങളല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും കൺഫ്യൂസ്ഡ് ആയി. അന്നേരത്തേക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് പാസ്റ്റർ വന്നു. അപ്പം പറഞ്ഞു, വിപിൻ എന്താ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഓഫീസിൽ ഇരിക്കാനല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു പാസ്റ്ററെ, അപ്പം അത്രയും സമയം കൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. വേണ്ട, അവിടെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങുമായിരുന്നു, ഇങ്ങനെ എന്റെ മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വിപിനെ നമുക്ക് നല്ലൊരു ദൈവദാസനെ കിട്ടി, അപ്പൊ നാളെ തൊട്ട് ഇവിടെ മീഡിയയുടെ കാര്യങ്ങൾ അദ്ദേഹമായിരിക്കും നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ പാസ്റ്റർ എന്ന് പറഞ്ഞു. പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ നമുക്കൊരാളുണ്ട്, അദ്ദേഹം നന്നായിട്ട് അത് നോക്കും. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ കുറച്ചു നേരം സ്റ്റക്കായിട്ട് ഞാൻ ചോദിച്ചു, പാസ്റ്റർ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബിബിനോട് ഇനി ഞങ്ങൾ പറയുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ 5-6 വർഷം തുടർമാനമായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനം പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ അവർ മെയിലുകളുടെ എല്ലാം പാസ്വേഡ് മാറ്റിയിട്ട് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ സ്റ്റക്കായി. ഞാൻ ചിന്തിച്ചു എന്താ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പാസ്റ്റർ കുഴപ്പമില്ല, ഐ എം ഓക്കെ, പക്ഷെ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാരണമാണോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല, ടിനു പാസ്റ്റർ പറഞ്ഞിട്ടാ മാറ്റുന്നത്, അദ്ദേഹത്തോട് കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു ബിബിനെ മാറ്റണം, വേറൊരാളെ കിട്ടി എന്ന് പറഞ്ഞു. അതെനിക്ക് അറിയത്തില്ല, പാസ്റ്ററോട് പിന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ അടുത്ത ദിവസം അഡ്മിനിസ്ട്രേഷൻ വിളിപ്പിച്ചു. അവർ തന്നെ എഴുതി വെച്ച ഒരു രാജിയുടെ ഫോം എന്റെ മുമ്പിൽ കൊണ്ട് തന്നു. ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തു. അപ്പൊ ആ സൈൻ ചെയ്യുമ്പോഴും എന്റെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങൾ കിടപ്പുണ്ട്. കർത്താവ് ഈ എഴുതിയേക്കതൊന്നും ഞാൻ ചിന്തിച്ച കാര്യങ്ങളല്ല, ഞാൻ മനസ്സോടല്ല ഇത് ചെയ്യുന്നത്, പക്ഷെ അത് എഴുതി വെച്ചിരിക്കും സ്വമനസാൽ മാറുന്നു. അപ്പൊ ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി. ഞാനോടത്ത് എനിക്ക് കിട്ടേണ്ട ബർത്ത്ഡേ പ്രസന്റ് ഇതാണോ,
ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ. മാത്രമല്ല എൻ്റെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ സന്തോഷത്തോടെ എനിക്കിത് എന്തോ കിട്ടി എന്ന് പറയുന്നതിന് പകരം ഉള്ളത് നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലെത്തി വൈഫിനോട് കാര്യം പറഞ്ഞു. പക്ഷെ ഈ പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ഹെഡ്സെറ്റ് തിരികെ ചെവിയിൽ വെച്ച് ഇങ്ങനെ ഒരു പാട്ട്, ക്രിസ്തീയ ഗാനങ്ങൾ ഇങ്ങനെ MP3 ഫോർമാറ്റിലുണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ കേട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ ഇടയിൽ നിന്നും ഈ റെക്കോർഡിങ്, ആ ദേവദാസൻ പറഞ്ഞ റെക്കോർഡിങ് പെട്ടെന്ന് പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദേവദാസൻ പറയുന്നുണ്ട്, നിന്നെ ബീഹാറിൽ ഉപയോഗിക്കും. പെട്ടെന്ന് എന്റെ ശരീരത്തിൽ ആ ഒരു ആത്മശക്തി എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് ഇത് നീയാണ് ചെയ്തത്, അങ്ങക്ക് എന്നെ ബീഹാറിൽ വിടണം. അപ്പൊ ഞാൻ ഇങ്ങനെ കൊട്ടാരക്കര കിടന്ന ഒരിക്കലും ഞാൻ ബീഹാറിൽ പോവുകയല്ല. ഇത് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി. ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ സജ്ജമാക്കി. വീട്ടിൽ ചെന്നു, ഞാൻ വൈഫിനെ ഇത് അറിയിച്ചു. പുള്ളിക്കാരിക്കും പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായില്ല. എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, ഇത് കർത്താവാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ ഒരു 6 മാസത്തോളം നീണ്ട ഇടവേള ഞങ്ങൾ വീണ്ടും അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ മറ്റുള്ള ഒരു സോഴ്സ് ഇല്ല നമുക്ക്. പിന്നെ ഓൾ ഓഫ് എ സഡൻ നമ്മൾ പെട്ടെന്ന് ഒരിടത്തും സ്ഥാപനത്തിൽ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഈ 5-6 വർഷം അല്ലെങ്കിൽ 7-8 വർഷം ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ഇനി വേറൊരിടത്ത് തുറക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് നമ്മളെ അറിയിക്കുകയാണ്, നമ്മൾ വേറെ എന്തെങ്കിലും സോഴ്സ് നോക്കും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു ഇതായതുകൊണ്ട് ഞങ്ങൾ പിന്നീട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം ആരംഭിച്ചു. മറ്റൊരു ജോലിക്ക് പോകണ്ട എന്നുള്ള ആത്മപ്രേരണ ഉള്ളിലുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും സഭയിൽ തുടർന്നു, മെമ്പർഷിപ്പിൽ തുടർന്നു. ഔദ്യോഗിക ഭാരവാഹിത്വങ്ങളെല്ലാം ഞാൻ രാജിവെച്ചിറങ്ങി. പിന്നെ പ്രാർത്ഥനയിൽ തന്നെ മുമ്പോട്ട് പോകും. ഇങ്ങനെ ഒരു 8-9 മാസം കഴിയുമ്പോഴാണ് ട്രിവാൻഡ്രം കോരാണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു IPC സഭയിൽ എന്നെ ഒരു 3 ദിവസത്തെ മീറ്റിംഗിൽ അവരെന്നെ വിളിപ്പിച്ചു. അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നു, അതിന് ചെല്ലാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പൊ അവിടെ പ്രസംഗിക്കുന്ന ഒരു ദിവസത്തിൽ രാത്രി കടന്നുറങ്ങി രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പം കർത്താവിന്റെ ആത്മ ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ വാട്സാപ്പിൽ എനിക്ക് എൻ്റെ സുഹൃത്ത്, ബീഹാറിൽ നിനക്കൊരു ജോലിയുണ്ട്, പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് കിടക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ജോലിയാ? പറഞ്ഞത് ഒരു മിഷൻ സ്കൂളാണ്, അത് മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സ്കൂളും കൂടാണ്. അപ്പം ഒരു സ്കൂളും കൂടാണ്, അപ്പൊ നീ ഒരു അധ്യാപകൻ കൂടെ ആണല്ലോ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് താല്പര്യമുണ്ടോ? ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അതിനകത്തൊരു പച്ച സിഗ്നലിലേക്ക് എത്തി. അപ്പൊ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു, ഞാനും വൈഫും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയാ ബീഹാർക്ക് പോവല്ലേ ചോദിച്ചു, ഉറപ്പിച്ചു. അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ബീഹാറിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അടുത്ത സെപ്റ്റംബർ മാസം 2018 സെപ്റ്റംബർ ആയപ്പോൾ ഞങ്ങൾ ബീഹാറിലേക്ക് വാഹനം കയറുക. അങ്ങനെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷനറി ട്രിപ്പ് എന്ന രീതി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 2018 സെപ്റ്റംബറിലാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അവർക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ബോധിച്ചു. അതുകൊണ്ട് അവർ മിഷണറി പ്രവർത്തനങ്ങൾക്കൊന്നും നമ്മളെ വിട്ടില്ല. ഞാൻ ഫുൾ ടൈം അവിടുത്തെ ഒരു അധ്യാപകനായിട്ട് ഒരു 3 വർഷത്തോളം സേവനം ചെയ്തു. ടോട്ടലി 8, 9, 10 ഈ 3 ക്ലാസ്സുകളിൽ മാത്സ് അധ്യാപകനായിട്ടും സയൻസ് അധ്യാപകനായിട്ടും ഞാൻ എൻ്റെ അധ്യാപന ജീവനം അവിടെ അങ്ങനെ ആരംഭിക്കുകയായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഹിന്ദി അറിയാമോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ക്ലാസ്സിൽ പറയുന്ന ഹിന്ദി, അത്യാവശ്യം വേണ്ടത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും നോക്കരുത്, അല്ലെങ്കിൽ നാളെ വരുമ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണം, ഇത്തരത്തിലുള്ള ഹിന്ദികൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. അങ്ങനെ 3 വർഷത്തെ സ്കൂൾ ജീവിതം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ പ്രയാസത്തിലായിരുന്നു. ഞങ്ങൾ ആദ്യം 1ാമത്തെ വർഷത്തിന്റെ 6ാമത്തെ മാസത്തിൽ തന്നെ ഹെലൻ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം അത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ്സ് ഇല്ലാത്തതിനാൽ അത് ഡിയാൻസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ പിന്നീട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഒരു 3 വർഷത്തോളം പിന്നീട് ഒരു ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ വന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബീഹാറിൽ നിൽക്കുന്ന സമയത്താണ് പുള്ളിക്കാരി 2ാമത് കൺസീവ്ഡ് ആവുന്നത്. അങ്ങനെ കൺസീവ് ആയി നിൽക്കുന്ന ആ ഒരു സന്തോഷത്തിനകത്ത് ഒന്ന് കയറുന്നതിന് മുമ്പാണ് ഈ കൊറോണ എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി വന്ന് പെട്ടെന്ന് അത് അറ്റാക്ക് ചെയ്ത് പിന്നെ 21 ഡേയ്സ് ലോക്ക്ഡൌൺ വരുമ്പോഴെല്ലാം ഞങ്ങൾ ബീഹാറിൽ പെട്ട് നിൽക്കുന്നു. അങ്ങനെ ബീഹാറിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് അവിടെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ദൈവം സഹായിച്ച് ഒരു ട്രെയിൻ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതമായിട്ട് കർത്താവ് അവിടെ ഒരുക്കി. അങ്ങനെ നാട്ടിലേക്ക് ഞങ്ങൾ ട്രെയിനിലൂടെ കയറി വന്നു. അങ്ങനെയുള്ള വഷളായി. കാരണം നാട്ടിൽ കഴിഞ്ഞപ്പോൾ 2 വ്യക്തികൾ, അപ്പൊ ആൾക്കാർ നമ്മളെ അടുപ്പിക്കത്തില്ല. പിന്നെ കൊറോണയൊക്കെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഒരാള് പോലും നമ്മളെ അടുപ്പിക്കുന്നില്ല, അങ്ങോട്ട് ചെല്ലരുത്, നമ്മുടെ കാര്യം വരുന്നില്ല. ഹെൽത്ത് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നതല്ലാതെ വരത്തില്ല. പക്ഷെ ഇതേ സമയത്ത് തന്നെ ഹെലൻ പ്രഗ്നൻസി ഓരോ മാസം ജസ്റ്റ് സംവിധാനം എന്ന് വെച്ചാൽ ഓൺലൈൻ വഴി മാത്രമാണ് പഠിപ്പീരുകൾ പോകുന്നത്. പക്ഷെ ദൈവം അവിടെ ഞങ്ങൾക്കൊരു ഫേവർ ചെയ്തു. കാരണം മറ്റുള്ള അധ്യാപകരെക്കായി നല്ലൊരു പ്രിഫറൻസ് വർക്ക് ചെയ്ത ഇമാനുവൽ മിഷൻ എന്ന സ്ഥാപനം എനിക്ക് നൽകി. നല്ലൊരു എമൗണ്ടും എനിക്ക് നൽകുവാനിടയായി. പ്രത്യേകിച്ച് ഹെലൻ പ്രഗ്നന്റ് ആയത് കൊണ്ട് അതിന്റെ സാധാരണ ആൾക്കാർ കൊടുക്കുന്ന കയ്യിൽ ഇരട്ടി ശമ്പളം എനിക്ക് കിട്ടിയിരുന്നു.
അങ്ങനെ ദൈവത്തിന്റെ ഒരു വലിയ ഫേവർ ഞങ്ങൾ ആ സമയത്ത് അനുഭവിച്ചു. പക്ഷെ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലാണ് നേരിട്ട് ചെന്ന് നിൽക്കുന്നത്. ഇങ്ങനെ ഭാര്യ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ പപ്പ, അദ്ദേഹം സത്യം പറഞ്ഞ ഒരു ക്രൈസ്തവനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ അദ്ദേഹം സത്യത്തിൽ ജന്മന ഒരു ഹിന്ദുവാണ്, ഒരു ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ അദ്ദേഹം മമ്മി, അതായത് ഹെലന്റെ മമ്മിയെ കല്യാണം കഴിക്കുന്ന ഹെലന്റെ മമ്മി ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു അവരുടേത്. എന്നാൽ പപ്പ ഇങ്ങനെ അമ്പലങ്ങളിലൊന്നും പോകാറില്ല, എന്നാൽ പള്ളിയിലും വരാറില്ല, വിശ്വാസവും ഇല്ല. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് തുടരുന്നു. അപ്പൊ ഹെലന്റെ പ്രഗ്നൻസി ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് നവംബർ മാസം 26-ാം തീയതിയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സമയത്താണ് പപ്പയ്ക്കും ഒരു വയ്യാഴിക പോലെ ഒരു വിഷയം വരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിന്റെ തലേ ദിവസം അദ്ദേഹം പവർ വിഷനിൽ ദൈവദാസന്മാർ സംസാരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ലാസ്റ്റിൽ നിയോഗം കൊടുത്ത് ദൈവദാസന്മാർ പറയുമല്ലോ, നിങ്ങൾ കരം ഉയർത്തി സ്തോത്രം പറയാൻ പറയും. അപ്പൊ കരം ഉയർത്തി പറയാൻ പറയുമ്പോൾ ഇദ്ദേഹം കാലിങ്ങനെ സോഫയിൽ നിവർത്തി വെച്ചായിരുന്നു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, കൈ ആട്ടുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കാലിലെ പത്തി ഇങ്ങനെ ഒന്ന് ആട്ടി കാണിച്ചു, സ്തോത്രം പറയാൻ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞ് മമ്മി ഒരുപാട് ശാസിച്ചു, ഇങ്ങനെ എന്താ ചെയ്യുന്നത്. പുള്ളി അത് കാര്യമാക്കിയില്ല, ഗമനിച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങി. പിറ്റേ ദിവസം എഴുന്നേക്കാൻ നോക്കിയിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, കാലുകൾക്ക് അനക്കാൻ പറ്റുന്നില്ല, കരങ്ങൾ അനക്കാൻ പറ്റുന്നില്ല. ചുരുക്കം പറഞ്ഞ സ്ട്രോക്ക് അദ്ദേഹത്തെ വന്ന് അടിച്ചു. അങ്ങനെ സ്ട്രോക്ക് വന്നതുകൊണ്ട് പുള്ളി തളർന്നുപോയി. നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു, പെട്ടെന്നുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. പിന്നെ നേരെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പിന്നെ നേരെ ട്രിവാൻഡ്രത്തേക്ക് വെച്ച് പിടിക്കുന്നു, അവിടെ ചെല്ലുന്നു. അങ്ങനെ ആ ചികിത്സ. അപ്പൊ ഈ സമയത്ത് ഹെലൻ 9th മന്ത് പ്രഗ്നൻസി ആയിട്ട് പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വിപത്ത് വീട്ടിൽ വരുന്നത്. അങ്ങനെ പപ്പയും വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഹെലനും പ്രഗ്നൻസി ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം. പക്ഷെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് പുള്ളിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു ആ കുഞ്ഞിനെ കിട്ടത്തില്ല, കിട്ടിയാൽ പോലും ആ കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്തെല്ലാം കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്തു. നല്ല സുഖമായിരിക്കുന്ന ഒരു പ്രസവം കർത്താവ് കൊടുത്തു. പക്ഷെ ഇതേ സമയത്ത് തന്നെ പപ്പ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുക, പുള്ളിക്കാരി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച് കിടക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ കയറി വരുമ്പോൾ അവിടെ മമ്മിക്ക് കൊറോണ പോസിറ്റീവ് സ്ഥിരീകരിക്കും. അങ്ങനെ മൊത്തം കൊണ്ട് ഞങ്ങൾ ആ ഡ്രൈ ആയി നിൽക്കുന്ന ഒരു 1-2 മാസങ്ങൾ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. അങ്ങനെ ഡിസംബർ മാസമായപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ബീഹാറിലേക്ക് യാത്ര തിരിച്ചു, സ്കൂളിലേക്ക് പോയി. ചുരുക്കത്തിൽ പറയട്ടെ ദൈവമക്കളെ, അങ്ങനെ ഞാൻ ബീഹാറിൽ ചെന്ന് ജനുവരി മുതൽ വീണ്ടും സ്കൂളിൽ കയറി. നോർമൽ സ്കൂൾ തുറക്കാൻ തുടങ്ങി, പിള്ളേരൊക്കെ വരാൻ തുടങ്ങി. അപ്പം എല്ലാ കുട്ടികൾക്കും വരാൻ അനുവാദമില്ല. 1.5 വിട്ടുള്ള ആദ്യത്തെ ദിവസം ഓഡ് നമ്പർ ആയിട്ടുള്ള റോൾ നമ്പേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വരും, അടുത്ത ദിവസം ഈവൻ നമ്പർ ഉള്ള കുഞ്ഞുങ്ങൾ വരും. അങ്ങനെ പപ്പാതി ക്ലാസ്സിനെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഈ സമയത്ത് ഞാൻ മാർച്ച് മാസത്തിൽ ഇങ്ങനെ പ്രോഗ്രസ് കാർഡൊക്കെ തയ്യാറാക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് പറഞ്ഞത്, ഈ സ്കൂളിൽ നിന്ന് രാജിവെക്കണം, നിന്നെ ഇവിടെ കണക്ക് പഠിപ്പിക്കാനല്ല ഞാൻ വിട്ടത്, ഇവിടെ എന്റെ വേല ചെയ്യാനാണ് വിട്ടത്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു തോന്നലാവാം. അപ്പൊ വീണ്ടും കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും അതേ ദൈവശബ്ദം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാനാണ്, ഞാൻ ലാപ്പെല്ലാം മാറ്റി വെച്ച് കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാനൊരു സംശയം എന്റെ ഉള്ളിൽ കിടക്കുക. കാരണം തലേ ദിവസം ഇത് കൊറോണ സമയത്തായതുകൊണ്ട് സാലറി ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ടത്തെ പോലെ അഡ്വാൻസ് സാലറി ഒന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ അങ്ങേക്ക് അറിയാം ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ചായ കുടിച്ചിട്ടില്ല, കാരണം എനിക്ക് പഞ്ചസാര മേടിക്കാനുള്ള പൈസ ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചായ കുടിച്ചേനെ. അപ്പം എന്നാൽ പൈസ ചോദിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും, പക്ഷെ നമുക്ക് നമ്മുടെ ഡിഗ്നിറ്റി അനുവദിക്കുന്നില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞ സാലറി കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഭാരം. എന്നാൽ വീട്ടുകാരി തലേന്ന് വിളിച്ചിട്ട് പുള്ളിക്കാരി പറഞ്ഞു, ചാച്ചാ ഒരു 5000 രൂപയുണ്ട്, എനിക്ക് നയിച്ചതാ. കുഞ്ഞിനെ ഇപ്പൊ 3 മാസം കഴിഞ്ഞല്ലോ, അപ്പം ശരീരമൊക്കെ ഇച്ചിരി വളർന്നു തുടങ്ങി, അപ്പൊ ഡ്രസ്സ് പഴയത് ഫിറ്റ് ആവുന്നില്ല, പുതിയ ഡ്രസ്സ് മേടിക്കാൻ 5000 രൂപ. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് നീ തന്നതോ ഒരു പെങ്കൊച്ചിനെയാ, ഇപ്പോഴാണെങ്കിൽ ഇത്രയും ആവശ്യം എന്റെ മുമ്പിൽ കിടക്കും, പുള്ളിക്കാരിക്ക് കൊടുക്കാൻ എന്റെ 5000 രൂപ പോലും ഇല്ല ഇപ്പം. അപ്പൊ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി, അതും ഈ ബീഹാറിൽ ഇറങ്ങിയാൽ ഞാൻ എവിടെ ഇറങ്ങും? ഞാൻ യാതൊരു ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളല്ല. അപ്പൊ ഞാൻ എന്തിന്റെ ബേസിൽ ഇതിറങ്ങും? പിന്നെ ആഫ്റ്റർ ഓൾ എനിക്ക് ഹിന്ദി അറിയത്തില്ല, പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കാൻ ചെറുതായിട്ടൊക്കെ നമ്മൾ പഠിച്ചെങ്കിൽ പോലും ചന്തയിൽ പോയി വരാനുള്ള ഹിന്ദി നമുക്കറിയാം. പക്ഷെ ബിബ്ലിക്കലായ ഒരു കാര്യം ഒരാളെ ട്രാൻസ്ലേറ്റ് ചെയ്യത്തക്ക രീതിയിൽ, ഒരാളെ സംസാരിക്കത്തക്ക രീതിയിൽ നമുക്കറിയത്തില്ല. ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഞാൻ ലാപ്പ് തുറന്ന് ഇത് എഴുതാൻ തുടങ്ങി, ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 2 മണി കഴിഞ്ഞ സമയത്ത് എനിക്ക് വാട്സാപ്പിൽ ഒരു കോൾ വന്നു. അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ആന്റി എന്നെ വിളിച്ചത്. 4 വർഷത്തിന് ശേഷം ആന്റി എന്നെ വിളിക്കുന്നത്.
എന്നോട് പറഞ്ഞു, വിപിനെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഓർക്കുന്നുണ്ട് ആന്റി, സൂസി ആന്റി അല്ലേ, സന്തോഷമല്ലേ എന്ന് ചോദിച്ചു. ആന്റി പറഞ്ഞ്, മോനെ 4-5 വർഷമായി നമ്മൾ സംസാരിച്ചിട്ട്, മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞത് ഞാനിപ്പോ ഫേസ്ബുക്കിൽ കണ്ടു, ഒരു കുഞ്ഞൊക്കെ ആയല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച ആളല്ലേ, ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ ആന്റി ഇടയ്ക്ക് അങ്ങ് വിട്ടുപോയി, തിരക്കായി പോയി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്തോ മോന്റെ ഫോട്ടോ കണ്ടപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു ഓർമ്മ വന്നു. ആ കുഞ്ഞൊക്കെ ആയതല്ലേ, ആന്റി ഒരു ചെറിയ സമ്മാനം ഗൂഗിൾ പേയിൽ ഇട്ടിട്ടുണ്ട്, അത് കുഞ്ഞിന് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് തുറന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത്. കാരണം ഞാൻ 5000 രൂപയ്ക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ച ആവശ്യം ഇതായിരുന്നു. കർത്താവ്, എന്റെ കുഞ്ഞിന്റെ ശരീരം വളർന്നു, ആ കുഞ്ഞിന് വേണ്ടുന്ന ഡ്രസ്സ് വേണം, ഈ 5000 കൊടുക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ വേലയ്ക്ക് ഇറങ്ങി? ഇതായിരുന്നു എന്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന വണ്ണം ആന്റി വിളിച്ചിട്ട് സമ്മാനം തന്നിട്ട് പറയുകയാണ്, കുഞ്ഞിന് ഡ്രസ്സ് വാങ്ങിക്കാൻ ഇത് യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആന്റി. പറഞ്ഞിട്ട് ആന്റി പറഞ്ഞു, ഞാൻ പിന്നെ വിളിക്കാം, ഞാനിപ്പോ ഡ്യൂട്ടിക്കിടയിൽ ജസ്റ്റ് മാറി നിന്ന് ഈ ഒരു വോയിസ് ഇട്ടതാ, ഞാൻ പിന്നെ സംസാരിച്ചോളാം കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഒന്നും വിചാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ആന്റി ഫോൺ വെച്ചു. ഞാൻ ഗൂഗിൾ പേ തുറന്നു നോക്കിയപ്പോ, പ്രിയ ദൈവമക്കളെ, അതിനകത്ത് 10000 രൂപയുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ 5000 രൂപയുടെ ആവശ്യക്കാരെന്ന് ഞാൻ ദൈവസന്നിധിയില് കർത്താവിനോട് ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ, ആ അർദ്ധരാത്രിക്ക് എന്നെ സഹായിക്കാൻ ഭാരതത്തിൽ ഒരു മനുഷ്യനും ആ സമയത്ത് ബാങ്ക് തുറന്നു വെച്ചിട്ടില്ല. ആ സമയത്ത് ആരും അലേർട്ട് ആകാൻ സാധ്യതയില്ല. പക്ഷെ 2:30 മണി സമയമായപ്പം മറ്റൊരു രാജ്യത്ത്, പകലായിരിക്കുന്ന മറ്റൊരു രാജ്യത്ത് കർത്താവ് ഒരു സഹോദരിയെ എഴുന്നേൽപ്പിച്ച് ആ സഹോദരിയെ കൊണ്ട് ഫേസ്ബുക്കിൽ കയറ്റി, ആ ഫേസ്ബുക്കിനകത്ത് എന്റെയും കുഞ്ഞിന്റെ പടം കണ്ടിട്ട് അവരുടെ മനസ്സിലൊരു തോന്നൽ, ഈ കുഞ്ഞിന് വേണ്ടി ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം, അതും 10000 രൂപ അയക്കാൻ അവർക്ക് തോന്നുന്നു. ആ സഹോദരിയെ സംബന്ധിച്ച് ചിലപ്പോൾ എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് ആയിരിക്കും അയച്ചേ, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഞങ്ങളുടെ ലൈഫ് ടേൺ ചെയ്ത ഒരു എമൗണ്ട് ആയിരുന്നു. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി, ഇത് ദൈവം ഞങ്ങളെ വിളിച്ചു എന്ന് പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കി. ഞാൻ അന്നേരം തന്നെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ മെയിലിൽ ഡ്രാഫ്റ്റ് ചെയ്തു. അവിടുത്തെ പ്രിൻസിപ്പലിനും അവിടുത്തെ ഡയറക്ടർ ബോർഡിനും ഞാനത് ഫോർവേഡ് ചെയ്യാനിടയായി. അപ്പൊ അടുത്ത ദിവസം രാവിലെ പ്രിൻസിപ്പൽ മാഡം എന്നെ വിളിക്കുന്നു. അപ്പൊ എനിക്ക് ഉറപ്പായി മാഡം ഇത് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ബിപിൻ സാറേ, ഇന്ന് സ്കൂളിൽ വരുമ്പോ ടൈ കെട്ടിക്കൊണ്ട് വരണമെന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മാഡം, ടൈ കെട്ടിക്കണം. അപ്പൊ ഞാൻ ഓർത്ത് ഇവർ എന്തിനായി ടൈ കെട്ടേണ്ട ആവശ്യം എന്താ ഇപ്പൊ പറയുന്നത്, ഇന്ന് വരണം. അപ്പൊ ഞാൻ ചോദിച്ചു മാഡം പർപ്പസ്ലി എന്താണ് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇന്ന് നമുക്കൊരു കുറെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ സാറും കൂടി ഇരിക്കണം, മാത്സുകാരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സാറും ഇരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു മാത്സിന് ആളെ എടുക്കുന്നുണ്ടോ? മാത്സിന് എടുക്കുന്നില്ല, ബട്ട് സാറോട് ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നു. ഈ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ തുകയിൽ പറയാമെങ്കിൽ ഒരു 3-4 മാത്സിൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരെ കിട്ടി. നമുക്ക് മാത്സിൽ ആവശ്യമില്ല, കാരണം ഓൾറെഡി ഞാൻ അവിടെ ഉണ്ട്, എന്നെ പോലെ വേറെ 4 സാറുമാരുണ്ട്, അതിൽ 2 പേര് പോകുന്നെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഉണ്ടെന്ന് ഡയറക്ടർ ബോർഡിന് അറിയാം. അപ്പൊ അവർ ചിന്തിക്കുന്നു, അവർ എന്നോട് പറഞ്ഞു എന്തിനാണ് പിന്നെ മാത്സ് നമ്മൾ സെലക്ട് ചെയ്തത്? ഞാൻ പറഞ്ഞു ഞാനല്ല സെലക്ട് ചെയ്തത്, ഇത് ഇന്ന മാഡമാണ് സെലക്ട് ചെയ്തത്, അവർ നല്ല കാൻഡിഡേറ്റ്സ് മാത്സിന്റെ വന്നേ, അതുകൊണ്ട് എടുത്തതെന്ന് പറയും. നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് വെക്കാം, അടുത്ത വർഷം വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെ ഇവർക്ക് മറ്റ് സ്കൂളുകളുണ്ട് അവിടെ വേണേൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം എന്നെ വിളിപ്പിച്ചു പറഞ്ഞു, ബിപിൻ സാർ എനിക്കൊരു മെയിൽ കിട്ടി, എന്തോ എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞു മാം, ഞാൻ ഇവിടെ റിസൈൻ ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ റീസൺ? ഞാൻ പറഞ്ഞു കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ പുള്ളിക്കാരി ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു സഹോദരി. അപ്പൊ പുള്ളിക്കാരിക്ക് ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞു ദൈവം സംസാരിച്ചു, രാത്രി വന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു എന്തായാലും ഡയറക്ടറിനോട് സംസാരിച്ചാൽ മതി. അങ്ങനെ അടുത്ത ദിവസം ഡയറക്ടർ സാറ് അവിടെ വന്നു, എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ ഡയറക്ടർ സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചു, കർത്താവിന്റെ ആത്മാവിനെ. അപ്പൊ ഞാൻ ഈ ഇൻസിഡന്റ് എല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എനിക്ക് തന്നൊരു മറുപടി, സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു മറുപടി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ബിപിൻ സാറെ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവാണ് ഈ കാര്യം സംസാരിച്ചതെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് ഇനി വിശകലനം നടത്താനോ ഞാൻ ആളല്ല. കാരണം ഇതുപോലാണ് ദൈവം എന്നെ ഈ നാട്ടിലേക്ക് അയച്ചത്. ഞാനിവിടെ ഒരു മിഷണറി ആയിട്ട് ഒരു സാധാരണപ്പെട്ട ഒരു സൈക്കിൾ ഓടിച്ച് വന്നൊരു മനുഷ്യനാണ്. എന്നെയാണ് ദൈവം എത്രത്തോളം, ഞാൻ ഈ ദൈവശബ്ദം കേട്ട് തിരിയുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളോട് ദൈവാത്മാ സംസാരിച്ചെങ്കിൽ തീർച്ചയായിട്ടും യു ആർ ഫ്രീ. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്യാം, സാറ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് പ്രൊസീഡ് ചെയ്തു. പക്ഷെ ഒരു മാസം കൂടെ നിന്നിട്ട് സാറ് പോകണം, അതാകുമ്പോൾ ഏപ്രിൽ 30 വരെ ആകുമ്പോൾ ഒരു ഇയർ എൻഡ്. ഞാൻ തീർച്ചയായിട്ടും സാറേ ഞാൻ നിന്നിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു വർഷം അവിടെ നിന്ന് അത് പര്യവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകണം. അപ്പോഴും എന്റെ മുമ്പിൽ ഒരു ചോദ്യം അവർ ചോദിച്ചു, സാർ എവിടാണ് വേല ചെയ്യുന്നത്? ഞാൻ പറയും ബീഹാറിൽ എവിടെ? ഞാൻ പറയും പാസ്റ്റർ സാറേ എനിക്ക് അറിയത്തില്ല. കർത്താവിനോട് പറഞ്ഞു ബീഹാറിൽ എന്ന് പറഞ്ഞു, പക്ഷെ എവിടാന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് പക്ഷെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം അവിടെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് ഞാനൊരു ഓൺലൈനിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഞാനൊരു മാത്സ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു സ്കൂളിന് വേണ്ടിയിട്ട്. അവരൊരു ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കി പൂർണിയ എന്നൊരു സ്ഥലത്ത് ബീഹാറിൽ തന്നെ മൗണ്ട് സയോൺ എന്ന് പറഞ്ഞ സ്കൂളിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഇങ്ങനെ ചെയ്ത് ഒരു ദിവസം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അവിടുത്തെ ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഞാൻ റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു. എന്നോട് എന്താ റീസൺ? അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം ഒരു പാസ്റ്ററാണ് എന്ന് അദ്ദേഹം എന്നോട് വെളിപ്പെടുത്തുന്നത്. എന്നോട് ഞാനൊരു പാസ്റ്ററാണ്, ഞാനിത് കേട്ടിരുന്നു നിങ്ങളെക്കുറിച്ച്,
അപ്പൊ എന്ത് പറയുന്നു, എന്താ നിങ്ങളുടെ വിഷൻ എനിക്ക് എഴുതി അയക്കാം. ഞാൻ എഴുതി അയച്ചപ്പം പുള്ളിക്ക് അത് ഭയങ്കര കൺവിൻസിങ് ആയി തോന്നി. എന്നോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹവും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനാന്തരം ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിപിൻ സാർ എന്നാ പറയുന്നു, തീരുമാനം എന്തുവാ? ഞാൻ പറഞ്ഞു ദൈവവേല ചെയ്യാനാ സാറേ, എവിടെയെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ പിന്നെ വെൽക്കം ടു പൂർണിയ, ഞങ്ങളുടെ സ്ഥലത്തേക്ക് സ്വാഗതം, ഞങ്ങൾ ചെറിയ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടെ മുമ്പോട്ട് പോവാണ്, നിങ്ങൾക്ക് വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഗ്രാമങ്ങളിലൊക്കെ പോകാം, വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമോ? ഞാൻ പറഞ്ഞു ഓടിക്കാൻ അറിയാം. എന്നാ പിന്നെ ഇങ്ങ് പോര്, കുടുംബമായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. നാട്ടിൽ വിളിച്ചു പറഞ്ഞു, പുള്ളിക്കാരിക്ക് വലിയ സന്തോഷം. അങ്ങനെ ഞങ്ങള് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്ത്, കേട്ടിട്ടില്ലാത്ത ആൾക്കാരുടെ നടുവിലേക്ക് ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും എനിക്ക് ഹിന്ദി അറിയത്തില്ല, അപ്പോഴും ഞാൻ ഹിന്ദിയിൽ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ അങ്ങനൊരു അവസരം കർത്താവിന്റെ ആത്മാവ് എനിക്ക് തന്നപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ തയ്യാറായി അവിടെ പോകാൻ വേണ്ടി. പക്ഷെ ഇദ്ദേഹം ആരെന്നോ ഈ സ്ഥലത്തെ കുറിച്ച് ഒന്നുമേ ചോദിക്കുന്നവരോട് പോലും ഞങ്ങൾക്ക് വ്യക്തതയോടെ പറയാൻ ഞങ്ങൾക്ക് ഉത്തരമില്ല. പക്ഷെ ഒന്നേ ഞങ്ങൾക്കുള്ളൂ, ഇത് കർത്താവാണ് ഞങ്ങളെ അയക്കുന്നത്, ദൈവം ഞങ്ങളുടെ ഉള്ളിൽ ഒരു യെസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ പല ആൾക്കാർക്കും, വീട്ടിലുള്ളവർക്ക് പോലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഞങ്ങൾ പോകാനൊക്കെ തയ്യാറായിട്ട് അടുത്ത ആഴ്ച, അതായത് ഒരു ജൂലൈ മാസം, ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോഴാണ്, ജൂലൈ മാസം ഏകദേശം ഒരു അവസാന ആഴ്ചയൊക്കെ അടുത്ത് വരുമ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ ഇത് ഞങ്ങളുടെ വീടിന്റെ ഇതിലെ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ വീട്ടിൽ കയറി വന്നു. ഇവിടെ വന്ന് ഇച്ചിരി വെള്ളം വാങ്ങിച്ചു കുടിച്ചു, വർത്താനമൊക്കെ പറഞ്ഞു, ദൈവമക്കളാന്ന് വെച്ചപ്പോൾ സംസാരിച്ചു. അപ്പം അദ്ദേഹം എന്തോ പറഞ്ഞതിന്റെ കൂടെ ബീഹാറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ബീഹാറിലേക്ക് പോവാണ് കർത്താവിന്റെ വേലയ്ക്ക്. എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൂർണിയ എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു പൂർണിയയിൽ എവിടാ? ഞാൻ പറഞ്ഞു എവിടാന്ന് എനിക്ക് അറിയത്തില്ല, ജോസ്താനിയൽ എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞ ഷോക്കായി. അപ്പൊ എന്നോട് ചോദിച്ചു മിനി എന്ന് പറഞ്ഞു, മിനി ജോസിന്റെ ആ ജോസ്താനിയിലാണോ? ഞാൻ പറഞ്ഞു അതെ, ആ ജോസ്താനിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ സിസ്റ്റർ കഴിഞ്ഞ ദിവസം മരിച്ചു പോയിരുന്നു. അപ്പൊ പുള്ളി അത് കേട്ടിട്ട് കുറേ നേരം അനങ്ങാതില്ല. പിന്നെ അദ്ദേഹം കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഒരു ഗ്ലാസ് കൂടെ വെള്ളം വേണം. പുള്ളിക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ വയ്യ, പുള്ളി ഇരുന്നങ്ങ് കരയുക. എന്നിട്ട് എന്റെ പേരൻസിനെ വിളിച്ചിട്ട്, എന്റെ പപ്പയുണ്ട്, മമ്മി മരിച്ചുപോയി, എന്റെ പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കുക, ഇദ്ദേഹത്തിനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇദ്ദേഹം പോകുന്ന സ്ഥലത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് പേര് അവിടെ പോകാൻ ആഗ്രഹിച്ച സ്ഥലമാണ്. ഈ പറയുന്ന ദൈവദാസൻ അങ്ങനെ ആരെയും കൂടെ നിർത്തി അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന് കൂടെ അങ്ങനെ ആരും നിൽക്കാറില്ല, നിർത്താറുമില്ല അദ്ദേഹം. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വിളി വന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അതൊരു വലിയ ഒരു സ്ഥലമാണ്, കർത്താവിന്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ദൈവം ഇദ്ദേഹത്തെ അയക്കുമെങ്കിൽ അത് വലിയ അത്ഭുതം. അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ച് ഒരു ഓപ്ഷൻ തന്നെങ്കിൽ അത് വലിയൊരു അത്ഭുതമാണ്, നിങ്ങൾ വിടണം. അപ്പൊ ഞങ്ങൾക്ക് പകരമായിട്ട് സംസാരിക്കാൻ ഒരു ദൈവദാസനെ ഞങ്ങളുടെ വീടിന് മുമ്പിൽ കർത്താവ് കൊണ്ടുവന്ന് ഞങ്ങളുടെ പേരൻസിനോട് പറഞ്ഞത് കൺവിൻസ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. പൂർണിയ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാൾ ബോർഡർ ആ സ്ഥലത്ത് നിന്നു. ഞങ്ങൾ ആ ഒരു 3-3.5 വർഷത്തോളം അവിടെ കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ദൈവമക്കളെ, ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ, ഹിന്ദി അറിയാത്ത ഞാൻ അവിടെ ചെന്ന് നിന്നപ്പം ആദ്യത്തെ ആഴ്ചയിൽ ആ ദൈവദാസൻ എനിക്ക് തന്ന ടാസ്ക് ഹിന്ദിയിൽ പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മാസ്റ്റർ എനിക്ക് ഹിന്ദി അറിയത്തില്ല. എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, അത് വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം മിക്സ് ചെയ്ത് ആദ്യത്തെ 1-2 ആഴ്ച ഞാൻ കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് പിക്കപ്പ് ചെയ്തത്. ഒരു 1.5 മാസം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ലവണ്ണം ഹിന്ദിയിൽ സംസാരിക്കാൻ ഒരു കൃപ കർത്താവ് എനിക്ക് നൽകി. ഞാൻ സത്യത്തിൽ ഒരു 3.5 വർഷം ഞങ്ങൾ പൂർത്തീകരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അവിടെ അനേക ദൈവമക്കൾക്ക്, അതായത് കേരളത്തിൽ നിന്ന് വരുന്ന ദൈവദാസന്മാർക്ക് മലയാളത്തെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച്. അത്രത്തോളം കർത്താവ് ഒരു മാന്യത കർത്താവ് നൽകി. ആ ഒരു സുവിശേഷ വേലയിൽ ഞങ്ങൾ സത്യം പറഞ്ഞ ആ ബീഹാറിലാണ് ഞങ്ങൾ ഒത്തിരി ഗ്രാമങ്ങളിൽ പോയി കർത്താവിനെ അറിയിക്കാൻ, ഒരുപാട് തെരുവോരങ്ങളിൽ കർത്താവിനെ സാക്ഷീകരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഒരുപാട് ദൈവമക്കളെ സ്നാനപ്പെടുത്താൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതിൽ ഏറ്റവും വലിയ സ്നാനം എന്ന് പറഞ്ഞാൽ ഞാൻ മറക്കാത്തൊരു സ്നാനമാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഹെലന്റെ പേരന്റിനെ കുറിച്ച് പറഞ്ഞ അവരുടെ പപ്പ തളർന്നിരിക്കുന്ന മനുഷ്യൻ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. പുള്ളി എഴുന്നേറ്റ് ചെല്ല് ഈ കമ്പൊക്കെ കുത്തി നടക്കാനുള്ള ആരോഗ്യം കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തു. 5 മാസത്തോളം മൂക്കിനകത്ത് ട്യൂബിട്ട് കിടന്ന മനുഷ്യനാണ്. പക്ഷെ 5-ാമത്തെ മാസമായപ്പോൾ പുള്ളി തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കർത്താവിനെ സ്വീകരിക്കാൻ ഇടയായി. 4-5 ബൈബിൾ കീറിക്കളഞ്ഞ മനുഷ്യൻ, 1-ലധികം ബൈബിൾ കത്തിച്ച് കളഞ്ഞ് അതിന്റെ ചുരുട്ടി ഇങ്ങനെ എടുത്ത് അതുകൊണ്ട് സിഗരറ്റ് വലിച്ച ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം അദ്ദേഹത്തെ ഒരു മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹം വീട്ടിൽ എപ്പോഴും മമ്മി പറയും, ഇനി അടുത്തത് നിങ്ങൾ സ്നാനപ്പെടണം. അദ്ദേഹം പറഞ്ഞു ഞാൻ സ്നാനപ്പെടാം, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, മരുമോൻ എന്നെ സ്നാനപ്പെടുത്തണം. അപ്പം മമ്മി പറഞ്ഞു ഇത് നിങ്ങൾ ചുമ്മാതെ പറയുന്ന, കാരണം മരുമോന് നാട്ടിൽ വന്ന് സ്നാനപ്പെടുത്താൻ പറ്റുകയില്ല, നിങ്ങൾ ഇവിടുന്ന് ബീഹാറിലും പോത്തില്ല,
അപ്പൊ നിങ്ങൾ ഇത് രണ്ടിന്റെ ഇടയിൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ഇത് ഒഴിവ് പറയുവാണ്. പുള്ളി പറഞ്ഞ അല്ല, എന്നെ സ്ഥാനപ്പെടുത്തണമെങ്കിൽ അവൻ തന്നെ സ്ഥാനപ്പെടുത്തണം എന്ന് പറഞ്ഞു. പക്ഷേ കൃപയാൽ ദൈവമക്കളെ അദ്ദേഹം ബീഹാറിൽ വന്നു. ഞങ്ങളുടെ കൂടെ ഒരു 1.5 മാസത്തോളം അവിടെ കഴിഞ്ഞ് അവിടെ ഞങ്ങളുടെ കൂടെ പല പ്രവർത്തനങ്ങൾ കണ്ടു. അങ്ങനെ അതിന്റെ ഇടയിൽ ഒരു ദിവസം ഒരു സ്ഥാനത്തിന്റെ അനുഭവം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം തലേന്ന് എന്നോട് പറഞ്ഞു, എടാ സ്ഥാനം ഉണ്ടെങ്കിൽ ഞാനും സ്ഥാനപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് കയറി പറഞ്ഞ് അപ്പൊ തന്നെ രാത്രി ഞങ്ങൾ ചെന്ന് ഒരു നല്ല വൈറ്റ് ഷർട്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ അദ്ദേഹത്തെ അടുത്ത ദിവസം സ്ഥാനപ്പെടുത്താനും ആദ്യത്തെ തിരുവത്താഴം കൊടുക്കാനും ഒക്കെ ഒരു ഭാഗ്യം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി. ഇന്ന് അദ്ദേഹം ക്രിസ്തുവിൽ വിശ്രമിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. പക്ഷെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുവാനും ആ കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും ഒരു വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കർത്താവ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സ്ഥാനം ഒരുപാട് പേരെ സ്ഥാനപ്പെടുത്താനും കല്യാണങ്ങൾ നടത്തുവാനും അതുപോലെ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യാനും എന്തിനധികം പറയുന്നത്, ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരാളുടെ മരണത്തിന്റെ ശുശ്രൂഷ വരെയും ചെയ്യുവാനുള്ള ഭാഗ്യം. കാരണം സത്യം ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ, ഈ ഓരോ ശുശ്രൂഷയും ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ തലങ്ങളിലെല്ലാം അത് ഹിന്ദിയിൽ ചെയ്യത്തക്ക രീതിയിൽ ദൈവം അതിനുള്ള ഒരു ബലം കർത്താവ് എനിക്ക് നൽകി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു വർഷം ഒരു മിനിസ്ട്രി പോയപ്പോഴാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ കുഞ്ഞുമുണ്ട്. കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിന് പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് കുറെ ആൾക്കാർ കയറി വന്ന് ആ മീറ്റിങ്ങിനിടയിൽ വന്ന് കയറി ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താ കുഴപ്പമാണ് എന്നെനിക്ക്, നമ്മൾ കേട്ടുകേൾവിയുണ്ട് പെർസിക്യൂഷൻസിനെ കുറിച്ച്. അപ്പൊ ഇവർ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബുദ്ധിമുട്ടാണ്. പക്ഷെ കൃപയാൽ എന്നാലും ദൈവം തന്ന ജ്ഞാനത്താൽ ഞാൻ പെട്ടെന്ന് തന്നെ ടോപ്പിക്ക് ചേഞ്ച് ചെയ്തു. ഞാൻ ബീഹാറിനെ കുറിച്ചും തക്ഷസിലെ കുറിച്ചും നാളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ വാദോരാതെ സംസാരിച്ചു. ഇവർ വീഡിയോ ഓഫ് ആക്കുമ്പോൾ ഞാൻ വീണ്ടും പറയും, യാക്കോബ് കണ്ട സ്വപ്നം, ഗോവേണി, ആകാശത്തോളം എത്തുന്ന ഗോവേണി, ദൂതന്മാർ കയറുകയും വിറകുകയും ചെയ്യുന്നു. ഇവർ പെട്ടെന്ന് വീഡിയോ ഓൺ ആക്കും. അപ്പൊ ഞാൻ പറയും അപ്പം യാക്കോബിനെ ദൈവം എത്തിച്ചൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെയും ഈ ബീഹാറിൽ കൊണ്ടുവന്നൊരു പർപ്പസ് ഉണ്ട്. ഇങ്ങനത്തെ ആൾക്കാരുടെ നല്ല വിദ്യാഭ്യാസം അവർ കൊടുക്കണം, നല്ല വസ്ത്രങ്ങൾ പല ആൾക്കാർക്ക് ഇന്നും ലഭിച്ചിട്ടില്ല, അവർക്ക് നമ്മൾ മാതൃകയാകണം. ഇങ്ങനെ പറഞ്ഞാൽ വീണ്ടും ആ ടോപ്പിക്കിലേക്ക് അങ്ങനെ സത്യം പറഞ്ഞ ഒരു ജ്ഞാനത്താൽ കർത്താവ് ആ സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ ദൈവം സഹായിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം മാനസാന്തരപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർജി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ പല പല വിഷയങ്ങളിനകത്തുള്ളവരാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പൊ ഇവർ ഓരോ വിഷയങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പക്ഷെ ദൈവം സഹായിച്ച് ഇവർ പറയുന്ന വിഷയം ഒന്ന്, പക്ഷെ ഇവരുടെ തലമേൽ കൈവെക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്ന വിഷയം മറ്റൊന്നായിരുന്നു. അപ്പം ആ വെളിപ്പെടുത്തുന്ന വിഷയം അവരോട് പറയുമ്പോൾ അവരിങ്ങനെ സ്റ്റക്കായിട്ടാണ് നമ്മളെ നോക്കിയെന്ന്. ഇദ്ദേഹത്തിന് ഇതെങ്ങനെ അറിയാം? ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്, ഇയാളോട് ആരാ പറഞ്ഞേ? എന്റെ പെങ്ങൾക്ക് 32 വയസ്സുണ്ട്, അവിടെ കല്യാണം കഴിഞ്ഞില്ല, ഇയാളോട് ആരാ പറഞ്ഞേ? കാരണം അദ്ദേഹം പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ നിന്റെ പെങ്ങളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല, അവർക്ക് 32 വയസ്സുണ്ട്, അങ്ങനെ 2 പെങ്ങന്മാരുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കി നിന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കറണ്ട് അങ്ങ് പോയി. ഇവർക്ക് ഈ പ്രാർത്ഥിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് അദ്ദേഹത്തോട് സംസാരിച്ചെന്ന് ഞങ്ങൾ ഒരു കൂട്ടം പോലീസ് കയറി വരുന്നു, ഇവിടെ എന്തോ സംഭവിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇവരുടെ എല്ലാം മുഖം മാറി, സർ ഇതർ ധരം പരിവർത്തൻ ഹോ റഹാ എന്നൊക്കെ പറഞ്ഞ് അവർ കിടന്ന് ബഹളം വെച്ചു. അങ്ങനെ ഞങ്ങൾ വന്ന ഒരു ടാറ്റ സുമോ ഇല്ല. അപ്പൊ ഈ പോലീസുകാരൻ എന്നോട് ചോദിച്ചു വെളിയിൽ കിടക്കുന്ന സുമോ ആരുടെയാ? ഞാൻ പറഞ്ഞു എന്റേതാ, ഞങ്ങൾ ഇവിടെ വന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്താൻ വന്നതാ, എന്റെ കൂടെ വന്നവർ എല്ലാം ടീച്ചേഴ്സാണ്, ഞങ്ങളുടെ ഒരു സ്കൂളിലെ ഫാമിലി ആയത്. അവര് ജസ്റ്റ് കാണാൻ വേണ്ടി അഡ്മിഷന്റെ കാര്യങ്ങൾ സംസാരിക്കും, രാത്രിയിലാണോ വരുന്നത്? ഞാൻ പറഞ്ഞു ഇവർ രാത്രിയിലെ അക്സസബിൾ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രാത്രിയിൽ വന്നു. ഇല്ല ഞങ്ങൾ പകല് വന്നേനമായിരുന്നു, ഇവർക്ക് ഇപ്പോഴാ സമയം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ വന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, അവിടെ കൊണ്ട് നിർത്തി. എനിക്കൊരു 11:30 വരെയും ഈ 2.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടായി. പക്ഷെ ദൈവം സഹായിച്ച് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു കാര്യം അവർ ചെയ്തു, ഞങ്ങളെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു, ഇനി ബീഹാറിൽ ഞങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കത്തില്ലെന്നും സുവിശേഷമായി മുമ്പോട്ട് പോകത്തില്ലെന്നും ഞങ്ങളെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു. ഞങ്ങൾ എഴുതി കൊടുത്തു. പക്ഷെ എഴുതി കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ സുമോ ഓടിച്ചിങ്ങനെ പോകുമ്പോൾ എന്റെ കൂടെ ടീച്ചർമാരെല്ലാം ഏകദേശം ഒരു 8-9 ടീച്ചർമാരെല്ലാം ഉണ്ട്, എന്റെ ഭാര്യ ഉൾപ്പെടെ. അപ്പൊ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലം എത്തിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നാളെ നമുക്കൊരു മീറ്റിംഗ് ഗഡിയാബുലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമത്തിലുണ്ട്, എത്ര പേര് നാളെ വരുമെന്ന് ചോദിച്ചു. അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, പാസ്റ്റർജി ഞങ്ങൾ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് സുവിശേഷം അറിയിക്കേണ്ടെന്ന് പറയുന്ന അതേ സ്ഥാനത്ത് വീണ്ടും
1 വർഷത്തിലധികം പിന്നെയും അവിടെ സുവിശേഷം അറിയിക്കാനുള്ള ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് നൽകി. അതിനുശേഷം ഒത്തിരി ഗ്രാമങ്ങളിൽ പോകാനും ഒത്തിരി കൺവെൻഷനുകളിലൊക്കെ ചെന്ന് അറ്റൻഡ് ചെയ്യാനും പ്രാർത്ഥിക്കാനും കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാനും ഒരു വലിയ ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഹിന്ദി അറിയാത്തൊരു മനുഷ്യനെ കർത്താവ് ആ ദേശത്തെ കൊണ്ട് നിർത്തി ഇതുപോലൊരു ഹിന്ദിക്കാരുടെ നടുവിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനും. സത്യത്തിൽ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു, ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒത്തിരി ടഫാണ് ഈ ഹിന്ദിക്കാരുടെ നടുവിൽ ഇങ്ങനെ കർത്താവിന്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ. കാരണം നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ല, ഞാനത് പഠിച്ചിട്ടില്ല. എനിക്ക് ബൈബിൾ കോളേജിന്റെ ഒരു മഴ പെയ്യുമ്പോൾ പോലും ഞാൻ കയറി നിൽക്കാത്ത ഒരു സ്ഥലമാണ് ബൈബിൾ കോളേജ്. അങ്ങനെ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ MDP ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓൺലൈൻ കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ ഞാനത് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ഈ ഒന്നുമില്ലാത്ത, കാരണം എന്നെക്കാളും പഠിപ്പുള്ളവരും ബൈബിൾ കോളേജിൽ പഠിച്ച ഹിന്ദി നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് ഒരു വലിയ ഭാഗ്യം എനിക്ക് നൽകി. അവിടെ അവരുടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ആ ചർച്ചയിൽ നിൽക്കാനുള്ള ഒരു കൃപ കർത്താവ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവെ, അങ്ങയുടെ വചനം എത്ര ബലമുള്ളതാ. കാരണം കർത്താവ് ഒരു വാഗ്ദത്തം ഒരു മനുഷ്യന് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ഒരിക്കലും മാറുകയില്ല. അത് അവന്റെ ജീവിതത്തിൽ കർത്താവ് നിവർത്തിക്കും. കർത്താവ് സിറ്റുവേഷൻസിനെ അല്ല മാറ്റുന്നത്, കർത്താവ് നമ്മളെയാ മാറ്റുന്നത്. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരു വലിയ ഭാഗ്യം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. അപ്പൊ ഞാൻ 2024 എന്ന് പറയുന്ന വർഷത്തിന് ആരംഭം മുതൽ കർത്താവിന്റെ ആത്മാ ഞങ്ങളുടെ ഉള്ളിൽ പറയുന്നു, തിരിച്ച് നാട്ടിലേക്ക് പോകണം, കേരളത്തിലേക്ക് വരണം. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ അവിടെ ഒരു കുഴപ്പവുമില്ല, നല്ല അന്തരീക്ഷമാണ്. 3 വർഷത്തോളം ഭംഗിയായിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു മനോഹരമായ എല്ലാ സജ്ജീകരണങ്ങളുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം ആ ദേവദാസിയും ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വന്നു. ആ ജോസാറും മിനി ആന്റി, അത് അവരുടെ പേര്. അപ്പൊ ഞങ്ങൾക്ക് അത് തുറന്നു തന്നു. അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഹനം, അതിന് ഡീസൽ അടിക്കേണ്ട പോലും ആവശ്യം വന്നില്ല. അത് അവരാണ് ചർച്ചിൽ നിന്ന് അടിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് കൊണ്ട് നടക്കാൻ അവർ ആ വാഹനം ഞങ്ങൾക്ക് തന്നു. മിഷണറി പ്രവർത്തനങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെല്ലാം നന്നായി പോകുന്ന സമയത്ത് കർത്താവിന്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകണം, നാട്ടിൽ അല്പം വേലയുണ്ട്, നാട്ടിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പല ദൈവദാസന്മാർ ഞങ്ങളെ ഇത് വിളിച്ച് ദൂതായിട്ട് ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്പിരിറ്റിൽ ഇത് ശക്തമായിട്ട് വീഴാൻ തുടങ്ങി, നാട്ടിൽ പോകണം. പക്ഷെ ഞങ്ങൾ ചിന്തിച്ചു, ഇത് എങ്ങനെ പറയും, എന്തിന്റെ ബേസിൽ നമ്മൾ, കാരണം നാട്ടിൽ പോയിട്ട് മടങ്ങി വരിക എന്നുള്ളതല്ല, നമ്മളെല്ലാം കൂടെ ക്ലോസ് ചെയ്ത് പോകണം. അപ്പൊ അതെങ്ങനെ അവതരിപ്പിക്കും? ഇത് ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് സത്യം പറഞ്ഞാൽ ചിന്തിച്ചിരുന്നു ഇത് എങ്ങനെ സംഭവിക്കും. പക്ഷെ അതേ സമയത്ത് ഈ ദൈവദാസൻ UK എന്നൊരു പ്രദേശത്ത് കുറെ നാളുകൾ മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 1 മാസത്തേക്ക് അവിടെ പോയിരിക്കുക. അദ്ദേഹം വന്നതിന് ശേഷം ഒരു മാർച്ച് ഏപ്രിലൊക്കെ അടുക്കുന്ന സമയത്ത് എന്നെ ഒരു ദിവസം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു കാര്യം പറയുമെന്ന് തോന്നരുത്, പാസ്റ്റർ വന്നിട്ട് 3 വർഷമായില്ലേ? ഞാൻ പറഞ്ഞത് 3 വർഷമായി പാസ്റ്ററെ. അപ്പം പറഞ്ഞു, ഞാൻ സാധാരണഗതിയിൽ ഇവിടെ ദേവദാസന്മാരെ ഒരു 3 വർഷത്തിൽ കൂടുതൽ അങ്ങനെ താമസിപ്പിക്കാറില്ല. അപ്പൊ പാസ്റ്റർ എന്നാൽ പിന്നെ മറ്റേതെങ്കിലും ഒരു മിഷണറി പ്രവർത്തനങ്ങളോ മറ്റു നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു ഷോക്കായി. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, ഇതാണ് എന്റെ ചിന്തയിൽ ആദ്യം വന്നത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലായി, ഇത് കർത്താവ് ഞങ്ങളോട് പറഞ്ഞതല്ലേ ഇവിടുന്ന് മാറണമെന്ന്. അപ്പൊ ചിലപ്പോൾ അതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, പിന്നെ അനക്കമില്ല. പിന്നെ 1-2 ആഴ്ച അങ്ങനെ പോയി. പിന്നീട് വീണ്ടും വിളിച്ചിട്ട് ഇങ്ങനെ 3 പ്രാവശ്യത്തോളം എന്നോട് പറഞ്ഞു. മാത്രമല്ല ഇങ്ങനെ പറഞ്ഞു, ആ വീട്ടിൽ നിന്നും, നിങ്ങളിപ്പോ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പാസ്റ്റർ നിങ്ങൾ മാറണം, അത് ആ സ്കൂളിന്റെ പ്രമിസസ് നിൽക്കുന്ന വീടല്ലേ. അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞത് ഇങ്ങനെ അല്ലായിരുന്നു. സ്കൂളിന്റെ പ്രമിസസ് നിങ്ങളെ പോലെ ഒരാളെ വേണം, നിങ്ങൾ അതിനകത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോൾ, സഡൻ ചേഞ്ച് വരുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് വരുന്നു. പക്ഷെ അതേ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഇത് ദൈവം ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു നല്ല റീസൺ വേണം പോകാൻ. കാരണം ദൈവമക്കളെ ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, പാസ്റ്റർ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷീണമാവും, എനിക്കും ക്ഷീണമാവും, ആൾക്കാർ എന്ത് വിചാരിക്കും, ഇങ്ങനെല്ലാം ചിന്തിച്ചുകൊണ്ട് ലാസ്റ്റില് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പം നാട്ടിൽ നിന്നും എന്റെ അളിയന്റെ കോള് വന്നു. അളിയൻ പറഞ്ഞു, അളിയ, നിങ്ങളുടെ പപ്പ, അദ്ദേഹത്തിന് മുട്ട് ഇങ്ങനെ നീരായിട്ടിരിക്കുക, തീരെ നടക്കാൻ പോയി, അളിയനൊന്ന് വരുമായിരുന്നു, നല്ല എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അദ്ദേഹം കുഞ്ഞും കൂടെ ഉണ്ട്, കുഞ്ഞിന് 5 വയസ്സങ്ങാണ്ട്, 3-4 വയസ്സേ ഉള്ളൂ പ്രായം. അപ്പൊ കുഞ്ഞിനെ നോക്കണം, എനിക്ക് പറ്റുന്നില്ല അളിയ, നിങ്ങളൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഞാൻ നേരെ ദേവദാസന്റെ വീട്ടിൽ ചെന്ന്, ദേവദാസി മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ആന്റി 3 വർഷമായില്ലേ വേലയെ? അപ്പൊ പാസ്റ്റർ കഴിഞ്ഞ ഇടയ്ക്കല്ല എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ പപ്പയുടെ കാലിന് മുട്ടിനൊരു വയ്യാഴി, അപ്പൊ ഞങ്ങൾ എന്നാ അവസാനിപ്പിച്ച് പൊയ്ക്കോട്ടെ, കുറച്ചാണെങ്കിൽ പപ്പയും കൂടെ ഒന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരും ആഗ്രഹിച്ചിരിക്കുകയാണ്, നമ്മളെ എന്ത് പറഞ്ഞാണ് നമ്മളോടൊന്ന് മാറണം എന്ന് പറയുന്ന ചിന്ത അവരുടെ ഉള്ളിൽ കർത്താവ് കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഇത് പറഞ്ഞപ്പം അവരിത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. പാസ്റ്റർ ചിന്തിച്ചിട്ടാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു, ചിന്തിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ ആ സാധനങ്ങളെല്ലാം മറ്റൊരിടത്ത് ഒരു ചെറിയ വാടകയ്ക്ക് ചെറിയൊരു മുറി എടുത്ത് അങ്ങോട്ടേക്ക് തൽക്കാലം സാധനം വെക്കാം, പിന്നീട് വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസിയും വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ അതിന്റെ ആവശ്യമില്ല, സ്കൂളിൽ ഇഷ്ടം പോലെ മുറികളുണ്ട്, ഒരു മുറി അത് നിങ്ങളായിട്ട് എപ്പോഴേലും നിങ്ങൾ വന്ന് എടുത്താൽ മതി, നിങ്ങൾ പോകുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സൺഡേ ജൂലൈ മാസം 14-ാം തീയതി
2024 ആ സൺഡേ ആയിരുന്നു ഞങ്ങൾ അവിടുത്തെ അവസാനത്തെ ഞായറാഴ്ച. അന്ന് ഒരു നല്ല സാക്ഷ്യം പറഞ്ഞു. അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പപ്പയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് നാട്ടിൽ പോകുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് നാട്ടിൽ വന്നു. അപ്പൊ ഈ സമയത്ത് വരുമ്പോഴെല്ലാം എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു, എന്താ നാട്ടിൽ വരാനുള്ള റീസൺ? പക്ഷേ സത്യത്തിൽ ദൈവമക്കളെ, കർത്താവ് തന്നൊരു ദർശനം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ നിന്നുകൊണ്ട് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കർത്താവ് ഒരു 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 ബ്രിഡ്ജ് ഇടും എന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ആ ബ്രിഡ്ജ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടുകയാണ്. നിങ്ങൾ കേരളത്തിൽ നിൽക്കും, പക്ഷെ ഛത്തീസ്ഗഡിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കും. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു, അതെങ്ങനെയാ സംഭവിക്കുന്നത്? കേരളത്തിൽ നിന്ന് എങ്ങനെ ഛത്തീസ്ഗഡിന്റെ പ്രവർത്തനങ്ങളെ നോക്കുന്നത്? ഈ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ബീഹാറിൽ വന്ന മിഷണറിമാർ നാട്ടിൽ ഇങ്ങനെ ജോലിയില്ലാതെ വേറൊരിടത്ത് ഓപ്ഷൻ ഇല്ലാതെ നിൽക്കുന്നത് കേട്ടപ്പം ഒത്തിരി ദേവദാസന്മാർ ഞങ്ങളെ സമീപിച്ചു. ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് ക്ഷണം കിട്ടി. ഞങ്ങൾ അങ്ങനെ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഏകദേശം 9 മാസം അങ്ങനെ കടന്നുപോയി. 10ാമത്തെ മാസം ഒരു മിഷണറി കോൺഫറൻസ് കുമ്മനാട് എന്ന സ്ഥലത്ത് നടക്കുന്നു പറഞ്ഞ് പാസ്റ്റർ മനോജ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ ബീഹാറിൽ നിന്ന് എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു, പാസ്റ്റർ നിങ്ങളും ചെല്ലണം, ഞങ്ങളും വരുന്നുണ്ട്, നല്ലൊരു മിഷൻ കോൺഫറൻസാ, നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ് ആയിരിക്കും എന്ന് കർത്താവ് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ തീർച്ചയായിട്ടും വരാം, നാട്ടിലുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന 3 ദിവസത്തെ മിഷൻ കോൺഫറൻസ് ആയിരുന്നു. മിഷണറിമാരുടെ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും, തിരിച്ച് എങ്ങനെങ്കിലും ബീഹാറിൽ പോകണം ഇതായിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ പോകണം. ഇത് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ഈ ദേവദാസന്മാരുടെ സാക്ഷ്യം കാരണം ഞങ്ങളുടെ ഉള്ളിൽ കത്താൻ തുടങ്ങി. ലാസ്റ്റ് ദിവസം അവിടുത്തെ ഒരു കർത്താവിന്റെ ദാസൻ അത് പര്യവസാനിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നു. പാസ്റ്റർ ജോർജ് പി ചാക്കോ എന്ന അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ ക്രൈസ്റ്റ് ഏജിയുടെ ദേവദാസന ജോർജ് പി ചാക്കോ പാസ്റ്റർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ ആവശ്യം എന്താ, നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, പാസ്റ്റർ തിരിച്ച് വടക്കേന്ത്യക്ക് പോകണം, ഞങ്ങൾക്ക് വടക്കേന്ത്യയാണ് ഇഷ്ടം. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടം എന്ന് പറഞ്ഞാല് ഈ തേങ്ങ അരച്ചുള്ള കറിയല്ല ഇഷ്ടം, അതിനെക്കാട്ടും നല്ല കടുകാണ്, ഞങ്ങൾക്ക് കടുകിനോടാണ് ഇപ്പൊ താല്പര്യം എന്ന് പറഞ്ഞു. കടുകെണ്ണയല്ല ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് തമാശ രീതിയിൽ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത് മറുപടി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ച പോയിന്റ് ഇതാണ്. എന്നോട് പറഞ്ഞു, ദേവാസനെ, ബീഹാർ ഈസ് ഹിയർ, ഒറീസ ഈസ് ഹിയർ, ആന്ധ്രാപ്രദേശ്, എവ്രിതിങ് ഈസ്, ഓൾ നോർത്ത് ഇന്ത്യ ഈസ് ഹിയർ, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കാത്തത് കൊണ്ട്. ഈ ഒരു ചോദ്യം വന്നപ്പോൾ ഞങ്ങൾ സ്റ്റക്കായി. കാരണം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ എറണാകുളത്ത് ഒരു ജേക്കബ് നൈന എന്നൊരു പാസ്റ്ററെ കണ്ടു, ഡോക്ടർ സുധാകരൻ എന്ന ദേവദാസനെ കണ്ടു. ഇവർ 2 മൈഗ്രന്റ് മിനിസ്ട്രിയിൽ നിൽക്കുന്ന ദേവദാസന്മാരാണ്. ഇവർ ഞങ്ങളോട് മൈഗ്രന്റ് മിനിസ്ട്രിയെ കുറിച്ച് ഒത്തിരി പറഞ്ഞു. പാസ്റ്റർ മനോജും ഞങ്ങളോട് പറഞ്ഞു, മൈഗ്രന്റ് മിനിസ്ട്രി ഭയങ്കരമായിട്ട് നിങ്ങൾ ചെയ്യണം, ഇവിടെ ഒത്തിരി മൈഗ്രൻസ് വന്ന് താമസിക്കുന്നുണ്ട്, അപ്പൊ അവരുടെ ഇടയിൽ ഒരു വലിയ വേല വേണം പാസ്റ്ററെ, അവരെ നോക്കി നടത്താൻ ആളില്ല. ഇത് ഞങ്ങൾ കേട്ടുവെങ്കിലും ഞങ്ങളുടെ ഉള്ളിലേക്ക് വീണത് ഈ ഹോൾഡിംഗ് ദ റോപ്പ് എന്ന് പറയുന്ന മിഷൻ കോൺഫറൻസിൽ വെച്ചാണ്. അപ്പൊ പാസ്റ്റർ ഷാജൻ എടക്കാട് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ വെച്ച് ഞങ്ങളുടെ ഉള്ളിലേക്ക് അതൊരു വെളിപ്പാട് പോലെ വന്ന് വീണു. ഞങ്ങൾ ഇത് ഈ ഹോൾഡിംഗ് ദ റോപ്പ് കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടോട്ട് വരുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, അടുത്ത ആഴ്ച നമുക്കൊന്ന് ഉപവസിക്കണം, ഒരു 7 ദിവസം ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം വീട്ടിലേക്ക് വരിക. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളുടെ കവലയിൽ എത്തുന്ന തൊട്ട് മുമ്പത്തെ ഒരു ജംഗ്ഷനിൽ ഞങ്ങൾ നോക്കും വലിയൊരു ഫ്ലെക്സ് ബോർഡ്, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും വിടുതലും ശുശ്രൂഷയും എഴുതിയേക്കുന്നു. പ്രഗത്ഭനായ ദേവദാസന്മാരുടെ എല്ലാം ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി തിരിച്ചെന്ന് ഇത് മൊത്തം നോക്കിയിട്ട് പറഞ്ഞു, ഇത് കൊള്ളാം, കാരണം അടുത്ത ആഴ്ചയാ കറക്റ്റ് ഡേറ്റ്, ഞങ്ങൾക്ക് ഉപവസിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ച അതേ ഡേറ്റ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച പകലും വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്, അപ്പൊ നല്ലൊരു ഉപവാസമായിരിക്കും, ഇതിനകത്ത് ദൈവം നമ്മളോട് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് താഴത്തെ വീട്ടിലൊരു ആന്റി ഞങ്ങളുടെ കുഞ്ഞിന് VBS ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വന്നു. അപ്പൊ ഹെലനെയും വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീയും വാ, VBS പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരാളെ വേണം. അങ്ങനെ ഇവർ രണ്ടുപേരും VBSന് വേണ്ടി എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ചർച്ച എവിടാന്ന് അറിയത്തില്ല. ഈ ഒരു പുതിയ ചർച്ച, ലൈറ്റ് ആൻഡ് ലൈഫ് വർഷിപ്പ് സെന്റർ എന്നൊക്കെ പറഞ്ഞു എഴുതി, അങ്ങനെ ചർച്ചിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല. വല്ലപ്പള്ളിയിലാണ്. അപ്പൊ ഞങ്ങള് ഈ കുഞ്ഞിനെ വിടാൻ വേണ്ടി VBSന് വേണ്ടി തയ്യാറായിട്ട് ചെന്നപ്പം അതാണ്ട് ആ ചർച്ചിന്റെ മുമ്പിലും ഇതേ പോസ്റ്റർ ഇളക്കുന്നു, അതാണ് സഭ. ആ ചർച്ചിലാണ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. 3 ദിവസം പുള്ളിക്കാരി VBS എല്ലാം കഴിഞ്ഞു. അടുത്ത തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രേയറിൽ പങ്കെടുത്തു. 7 ദിവസം ഒറ്റ വാക്കിൽ പറഞ്ഞ ദൈവമക്കളെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയം ഇതാണ്. ആരെങ്കിലും ഞങ്ങളുടെ തലയെ കൈവച്ചിട്ട് പറയും, നിങ്ങളെ ബീഹാറിലേക്ക് വിടാൻ പോവാ, നിങ്ങളെ ഛത്തീസ്ഗഡിലേക്ക് വിടും. ഞങ്ങൾക്ക് കേൾക്കേണ്ട പദം ഛത്തീസ്ഗഡ് എന്നുള്ള പദമാണ്. ഇതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതാണ് ദൈവം കഴിഞ്ഞ 9 മാസമായിട്ട്. പക്ഷെ ഈ 9 മാസങ്ങളിൽ ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട്, എന്ന് വെച്ചാൽ വേറെ എക്സ്റ്റേണൽ സോഴ്സ് ഇല്ല. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു, ഞാനൊരു അധ്യാപകനാണ്, അവ ജസ്റ്റ് CBSE ട്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുട്ടിയിൽ നിന്ന് കുറഞ്ഞത് 3000 രൂപയെങ്കിലും നമുക്ക് നാട്ടിൽ നിസ്സാരമായിട്ട് വാങ്ങിക്കാൻ പറ്റും. കാരണം ഞാൻ ചെയ്തിട്ടുണ്ട്, നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചിന്തിച്ചു, ആ വഴിക്ക് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ ഞാൻ ചിന്തിച്ചു, കർത്താവ്, ഞാൻ വീണ്ടും ജോലിക്ക് വേണ്ടി വീണ്ടും റെഡിങ് ഉള്ള പെൻ എന്റെ പോക്കറ്റിൽ കുത്താനല്ലല്ലോ ഞാൻ വീണ്ടും ഇത് ഉപേക്ഷിച്ചിട്ടല്ലേ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത്. വീണ്ടും ഞാൻ എന്തിനാ പന്നിക്കൂട്ടത്തിലേക്ക് പോകുന്നത് എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. ഞങ്ങളത് വേണ്ടാന്ന് തന്നെ വെച്ചു. കാരണം കർത്താവിന്റെ ആത്മാ ഞങ്ങളെ വിലക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ കാരണം ആ സമയത്തെല്ലാം മുമ്പേ ഞാൻ ആ 5000 പകരം കർത്താവ് 10,000 എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ ആവശ്യങ്ങളിലെല്ലാം ദൈവാത്മാവ് ഭയങ്കര ശക്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അതാത് സമയത്ത് എന്ന് വെച്ചാൽ ഒരാൾ ഞങ്ങളെ സ്റ്റാറ്റിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല. പക്ഷെ ആ കറക്റ്റ് ടൈമിങ്ങിൽ കർത്താവ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ആ കുഞ്ഞിനെ വിടുന്ന ആ സമയത്ത് തന്നെ അവിടെ പോകുന്ന സമയത്താണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്. അപ്പൊ കുഞ്ഞിന് നാട്ടിൽ അഡ്മിഷൻ എടുക്കണോ, നാട്ടിലെടുത്താൽ ഇനി ഛത്തീസ്ഗഡിൽ എങ്ങനെയാ പോകുന്നത്, ഈ ഛത്തീസ്ഗഡിൽ എടുത്താൽ എങ്ങനെയാ ഇവിടുത്തെ അഡ്മിഷൻ എടുക്കുന്നത്, അപ്പോൾ ടൈമിങ്ങും അടുത്ത് വരുന്നു, ഈ അഡ്മിഷൻ പ്രോസസ്സ് വരുന്നു. ഇതെല്ലാം നിൽക്കുമ്പോഴാണ് എന്റെ വൈഫിനോട് കർത്താവിന്റെ ആത്മാവ് ഒരു ദർശനത്തിലൂടെ കുഞ്ഞിന്റെ ഒരു യൂണിഫോം കാണിച്ചു. അപ്പൊ ഈ യൂണിഫോം കാണിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ ചിന്തിച്ചു കുഞ്ഞിനുള്ള അഡ്മിഷന്റെ കാര്യം. അങ്ങനെ ഞങ്ങൾ ഓരോ സ്കൂളിൽ ചെന്ന് തിരക്കി. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ അല്ല തിരക്കുന്നത്, ഞങ്ങൾ നോക്കുന്നത് KG സ്റ്റുഡൻസിന്റെ യൂണിഫോമാണ്. അങ്ങനെ 3 സ്കൂളിൽ ചെന്ന് 3 സ്കൂളിലെ യൂണിഫോം ഞങ്ങൾ കണ്ട പുള്ളിക്കാരി കണ്ട യൂണിഫോം അല്ല. അങ്ങനെ പിന്നെ എന്നോട് ചോദിച്ചു, ചാച്ചാ ഇനിയും ഇവിടെ വേറെ എന്തെങ്കിലും സ്കൂളുണ്ട്? ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഉണ്ട്, അത് ഇവിടുത്തെ കോൺവെന്റ് സ്കൂളാണ്, ഇച്ചിരി ദൂരെയാ, അപ്പൊ നമുക്കൊന്ന് പോവാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോ കാണുന്നത്, ഞങ്ങളുടെ കണ്ണിൽ ആദ്യം കാണുന്നത് ആ യൂണിഫോം ഇട്ട കുഞ്ഞുങ്ങൾ നിരന്നിരിക്കുന്ന ക്ലാസ്സാണ്. പിന്നെ ഞങ്ങൾ ഒന്നും തീരുമാനിച്ചില്ല, ഞങ്ങൾ ഉറപ്പിച്ച് ഇത് തന്നെ സ്കൂള്, ഇവിടെ തന്നെയാണ് കർത്താവ് അഡ്മിഷൻ തരാൻ പോകുന്നത്. ഞങ്ങൾ അത് ഉറപ്പിച്ച് അവിടുത്തെ സിസ്റ്ററിനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അവർ ഞങ്ങളോട് പറയുന്നു അടുത്ത ദിവസം ഒരു 10,000 രൂപയാണ് അതിന്റെ ഫീസ്. 10,000 രൂപയാണ് അതിന്റെ ഫീസ് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഈ 10,000 രൂപ ഫീസ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ലിറ്ററലി ഞങ്ങളുടെ 100 രൂപയ്ക്ക് താഴെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ വെൽ ഡ്രസ്സായിട്ടാണ് ചെല്ലുന്നത്. നമ്മളെ കണ്ടാലൊന്നും ഇവർക്ക് ഇങ്ങനെ തോന്നുകയില്ല, 9 മാസമായിട്ട് ജോലിയില്ലാത്ത 2 ആൾക്കാരാണ് നിൽക്കുന്നത്, ഇവർക്കാർക്ക് തോന്നുകയില്ല. പക്ഷെ കൃപയാൽ ഞങ്ങളത് പറഞ്ഞ് ആമേൻ പറഞ്ഞ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത ദിവസം ഞങ്ങൾ ചെല്ലാൻ ഇവിടുന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ചിന്തിച്ചു, ദൈവമേ ഇത് എവിടുന്നാണ്? അപ്പൊ ഇറങ്ങുന്ന സമയം വരെ ഞങ്ങളുടെ ഈ പൈസ ഇല്ല. പക്ഷെ അങ്ങനെ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബീഹാറിലുള്ള മറ്റൊരു എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്നലെ രാത്രി മുതൽ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് അയക്കണം. ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം കർത്താവ് എന്നോട് പറഞ്ഞു നീ ഇതുവരെ അയച്ചില്ല, ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് അയക്കുന്നു. ഞാൻ നോക്കുമ്പോൾ 10,000 രൂപ എന്റെ അക്കൗണ്ടിൽ അദ്ദേഹം അയച്ചിട്ടുണ്ട്. എനിക്ക് എന്താണോ വേണ്ടത് ആ കറക്റ്റ് എക്സാക്ട് എമൗണ്ട് അദ്ദേഹം അയച്ചു തന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ആ കറക്റ്റ് എമൗണ്ട്, അപ്പൊ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അത് കോൺവെന്റ് സ്കൂളല്ലേ, അവിടുത്തെ മഠത്തിലമ്മയെ കണ്ട് നമുക്കൊന്ന് സംസാരിക്കാം, ഒരു 2,000 രൂപ കുറച്ച് കിട്ടുകയാണെങ്കിൽ കുഞ്ഞിന് ഇത് ബാക്കിയുള്ള ബാഗൊക്കെ വാങ്ങിക്കട്ടെ, വാട്ടർ ബോട്ടിൽ വാങ്ങിക്കട്ടെ, അപ്പൊ അതുകൊണ്ട് 2,000 രൂപ നമുക്ക് ഒരു ലാപ്സ് ചോദിക്കാം, അവിടെ ചോദിച്ചു നോക്കാം. അപ്പൊ മിഷണറിമാരാന്ന് അറിഞ്ഞപ്പോ അവർക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ അന്ന്. അപ്പൊ ആ സന്തോഷത്തിൽ ചിലപ്പോൾ 2,000 രൂപ ഡിസ്കൗണ്ട് തന്നാലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അങ്ങ് മാറ്റി. ഞങ്ങൾ ചിന്തിച്ചു, ഈ 2,000 രൂപ എന്തിനാണ് ഡിസ്കൗണ്ട് നമ്മൾ ചോദിക്കുന്നത്? കാരണം ഈ 10,000 തന്നത് നമ്മൾ കർത്താവിനോട് ചോദിച്ചിട്ടല്ല, അപ്പൊ പിന്നെ എന്റെ കൂട്ടത്തിൽ 2,000 ദൈവം തരത്തില്ലേ? അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ ചെന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്കൂളിൽ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പം ഞങ്ങൾ ആരോടാണോ ചോദിക്കാണ്ടിരുന്നത് ആ പ്രിൻസിപ്പൽ മാഡത്തിന് അന്ന് പനിയായിട്ട് പുള്ളിക്കാരി ലീവാ. അപ്പൊ ഞങ്ങൾക്ക് ആ ഓപ്ഷൻ അടഞ്ഞു, ആ സഹോദരി കാണാൻ പറ്റത്തില്ല, ആ ടീച്ചറിനോട് ചോദിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ 10,000 രൂപ കൊടുത്ത് അഡ്മിഷൻ എടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പം ബീഹാറിൽ തന്നെയുള്ള വേറൊരു ടീച്ചർ ഞങ്ങളെ കാണാൻ വേണ്ടി വീട്ടിൽ വരുന്ന പറഞ്ഞ് ഫോൺ വിളിച്ചു. തൊട്ടടുത്ത ആ സഹോദരിയുടെ വീട്. അപ്പൊ പുള്ളിക്കാരി ഞങ്ങളുടെ വീട്ടിൽ വന്നു, വർത്താനൊക്കെ പറഞ്ഞ് കണ്ട് ഞങ്ങൾ പറഞ്ഞ അഡ്മിഷനൊക്കെ എടുത്ത് സന്തോഷമാണ്. ആ വന്ന വേഷം നിൽക്കുക. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു ഇനി എന്തോ പരിപാടി? അപ്പൊ ഞങ്ങൾ ഇനി കുഞ്ഞിന് ബാഗ് മേടിക്കണം, അതുപോലെ വാട്ടർ ബോട്ടിൽ മേടിക്കണം, അതിനിപ്പോ മല്ലപ്പള്ളിക്ക് പോവാ എന്ന്. സത്യത്തിൽ മല്ലപ്പള്ളിക്ക് പോവല്ല, കാരണം ഞങ്ങളുടെ പൈസ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു മല്ലപ്പള്ളിക്ക് പോവാ, ഇത്ര മാത്രം പറഞ്ഞ് ആ നിന്ന വേഷത്തിന്റെ വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഒരു മണിക്കൂറോളം മാഡവുമായിട്ടും മാഡത്തിന്റെ മകനും വന്നു, സമയം ചെലവഴിച്ചു. പക്ഷെ അത്ഭുതം പറയട്ടെ മക്കളെ, ഇവര് പോകുന്ന സമയത്ത്, ഈ മാഡം ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ചെറിയ ഒരു കൈ ഇങ്ങനെ കുഞ്ഞിന് നേരെ നീട്ടി പറഞ്ഞു, മോളെ ഇത് കൈ വെച്ചോ, ഇത് കുഞ്ഞിന് ടീച്ചറാണ്, എന്റെ മോടെ ആദ്യത്തെ ടീച്ചറാ പുള്ളിക്കാരി. അന്നേരം പറഞ്ഞ് ഇത് കയ്യിൽ ഇരിക്കട്ടെ, ഇത് കുഞ്ഞിന് ഇത്തവണ സ്കൂൾ ബാഗ് മേടിക്കാൻ, ഇത് മാഡത്തിന്റെ വക സമ്മാനമാണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ സത്യം പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ പൈസ വാങ്ങിച്ച് നോക്കുമ്പോൾ അതിനകത്ത് 1,500 രൂപയുണ്ട്. ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ജോലി ഇല്ലാതെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് എക്സാക്ട് എമൗണ്ട് തന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ നമ്മുടെ വീട്ടിലേക്ക് കർത്താവ് അയച്ച് അത് ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നമുക്ക് തീരുവാനിടയായി. അപ്പം പല മേഖലയ്ക്കകത്തും അപ്പൊ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു, ഇങ്ങനെ ജോലിയില്ലാതെ നിൽക്കുന്ന സമയത്തും ദൈവം അത്ഭുതമായിട്ട് ഞങ്ങളെ നടത്തി. അപ്പൊ ഈ VBS കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു 7 ദിവസം ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവസന്നിധി ഞങ്ങൾ 7 ദിവസം ഉപവസിക്കാൻ ചർച്ചയിൽ പോയി. ഓരോ പാസ്റ്റർമാർ വന്ന് പ്രസംഗിക്കുമ്പോഴും ഞങ്ങൾ ചിന്തിക്കും, ഇപ്പൊ ഒരു പാസ്റ്റർ വന്ന് തലയിൽ കൈവെക്കും, പറയും വടക്കേന്ത്യ, അല്ലെ പറയും ഛത്തീസ്ഗഡ്. അങ്ങനെ ദിവസങ്ങൾ 7ആയി, 14ാമത്തെ സെഷനായി, ആരും പറയുന്നില്ല. 14ാമത്തെ സെഷൻ ക്ലോസ് ചെയ്തപ്പോഴും ഒരു മനുഷ്യനും പറഞ്ഞില്ല. അപ്പൊ സത്യത്തിൽ മനസ്സിനുള്ളിൽ നിരാശ. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ചർച്ചിന്റെ സ്ഥാനീയ പാസ്റ്റർ അയക്കുന്ന സജി വർഗീസ്
എന്ന് പറഞ്ഞ ദേവദാസൻ ഞങ്ങളെ പരിചയപ്പെട്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, ഹെലനെ എനിക്കറിയാം, VBS വന്നു, നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പം ബ്രദർ എന്തുവാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ കർത്താവിന്റെ വേലയിലായിരുന്നു, ബീഹാറിലായിരുന്നു. അദ്ദേഹം ഒത്തിരി എക്സൈറ്റഡ് ആയി. അച്ഛാ ബീഹാറിലായിരുന്നോ? ഞാനും വടക്കേന്ത്യയിലെ ഒരു സുവിശേഷകനാണ്, എനിക്കും ബീഹാറിൽ ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്, വടക്കേന്ത്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്തോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, പക്ഷേ 9 മാസമായി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളോട് ദൈവം ഒരു ദൂത് പറഞ്ഞു, അതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ തിരിച്ച് വടക്കേന്ത്യയിലേക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞു ചിലപ്പോൾ പോകുമായിരിക്കും, അടുത്ത ആഴ്ചത്തെ ചിലപ്പോൾ UP പോകാൻ സാധ്യതയുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷനും അതിനു മുമ്പിൽ വന്നിരുന്നു, അപ്പൊ അത് പോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഛത്തീസ്ഗഡിൽ ഒരു ചർച്ച ഉണ്ട്, നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഛത്തീസ്ഗഡിലെ ആ പ്രവർത്തനങ്ങളെ ഒന്ന് സഹായിക്കാൻ, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നാട്ടിലുള്ള ദിവസം വരെ മതി, പിന്നെ പോയി കഴിയുമ്പോൾ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവശബ്ദം ഇതാണ്, ഞങ്ങൾ ആഗ്രഹിച്ച ദൈവശബ്ദം ഇതാണ്, ഈ പ്രവാചകന്മാരിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ച ദൈവശബ്ദം ഇതാണ്, ഇത് ഞങ്ങൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അതിന് യേസ് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ 3-ാമത്തെ ദിവസം അദ്ദേഹത്തെ ഞാൻ പേഴ്സണലായിട്ട് ചെന്ന് കണ്ട് ഞാൻ അതിന് യേസ് പറഞ്ഞു. ഓക്കെ പാസ്റ്റർ, അങ്ങനെ ആട്ടെ, ദൈവം അങ്ങനെ പാസ്റ്ററോട് സംസാരിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സമ്മതം അറിയിച്ചു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹിന്ദി ചർച്ച തുടങ്ങിക്കൂടെ, നമുക്കൊരു ഹിന്ദി ചർച്ച ഇവിടെ സ്റ്റാർട്ട് ചെയ്താലോ? ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴും ഓക്കെ പറഞ്ഞു. അങ്ങനെ മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഞങ്ങൾ ചെറിയൊരു ഹിന്ദി സഭ ആരംഭിക്കുന്നത്. അത് ഏകദേശം എനിക്കിതൊരു 3-4 ആഴ്ച പോയി, പക്ഷെ ഒരു മനുഷ്യൻ പോലും വന്നില്ല. ഞങ്ങൾ ഒത്തിരി പ്രവർത്തിക്കുന്നെങ്കിലും ഒരു ഫലവുമില്ല, ഒരു സമാധാനവും കിട്ടുന്നില്ല. അപ്പോഴാണ് പായിപ്പാട് എന്ന സ്ഥലത്തെ കുറിച്ച് കേൾക്കുന്നതും അവിടെ ഒത്തിരി ഇതുപോലെ മൈഗ്രൻസ് ഉണ്ട് എന്ന് കേൾക്കുന്നത്. മാത്രമല്ല ഒരു പ്രത്യേക വചനം ഞങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധ ആ വചനം കൂടി ഞാൻ വായിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 33-ാമത്തെ വചനമാണ്. അതിങ്ങനെ 33-34 വാക്യം അതിങ്ങനെയാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പരദേശി നിങ്ങളോട് കൂടെ നിങ്ങളുടെ ദേശത്ത് പാർത്താൽ അവനെ ഉപദ്രവിക്കരുത്. 34-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളോട് കൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെ പോലെ ഇരിക്കണം, അവനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങളും മിസ്രൈം ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയാകുന്നു. ഈ ഒരു വചനം ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് ഞങ്ങളോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുകയും പരദേശികൾ, അതായത് മൈഗ്രൻസിന് വേണ്ടി ഇടിവിൽ നിൽക്കണം എന്നുള്ള ഒരു ആഹ്വാനം കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങള് പായിപ്പാടുന്ന സ്ഥലത്ത് ഒരു സൂം മീറ്റിംഗിലൂടെ ഡെയ്സി എന്ന് പറയുന്ന ആന്റിയെ ഞങ്ങൾ പരിചയപ്പെടാനിടയായി. അപ്പൊ ആ ആന്റിയെ ഒന്ന് കാണാൻ വേണ്ടി ആന്റി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മൈഗ്രന്റ് മിനിസ്ട്രി വലിയ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ മൈഗ്രൻസ് ഉണ്ട്, പ്രവർത്തനങ്ങളില്ല, ദൈവദാസം മല്ലപ്പള്ളി തുടങ്ങിയെന്ന് ഞങ്ങൾ കേട്ടു, പക്ഷെ പായിപ്പാട് ബെറ്റർ പ്ലേസ് ആണ്, ഞങ്ങൾ പായിപ്പാടാ താമസിക്കുന്നതെന്ന് പറയാം. അപ്പൊ ആന്റി ഒന്ന് കണ്ട് വിശേഷം പറയാൻ വേണ്ടി ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. ഞാൻ ഈ പറയുന്ന സജി വർഗീസ് പാസ്റ്റർ, എന്റെ വൈഫ്, ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ കുഞ്ഞ്, ഞങ്ങൾ ഇത്രയും പേരും കൂടെ ആ വീട്ടിൽ ചെന്ന് ആന്റിയും മംഗളെയും കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ സീൻ അങ്ങ് മാറുകയായിരുന്നു. അവർ സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നു, ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ഹോളുണ്ട്, അത് ഒറ്റപ്പെട്ട കിടക്കുന്ന ഹോൾ, അവിടെ വേണം നമുക്കൊരു ചർച്ച തുടങ്ങിക്കൂടെ, നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ, ഇവിടെ ഇഷ്ടം പോലെ ആളെ കിട്ടും, ഞങ്ങൾ പകലും വൈകിട്ടും അതിനുവേണ്ടി പോകുന്നുണ്ട്, പക്ഷേ ഈ കിട്ടുന്ന ആൾക്കാരെ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം ഞങ്ങൾക്ക് അറിയത്തില്ല, ഒത്തിരി പേരോട് ഞങ്ങൾ സുവിശേഷം അറിയിച്ചു, പക്ഷെ അത് റിസൾട്ട് ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആന്റി വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ എന്നാ ഹോള് കാണാം എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മൾ വിചാരിച്ച് പുറത്തുനിന്ന് ഹോളൊക്കെ കണ്ടിട്ട് അങ്ങ് പോയേക്കാം എന്ന്. ഞങ്ങൾ അവിടെ ചെന്നപ്പം ഈ ഹോളിന്റെ ഓണർ അതിന്റെ മുറ്റത്ത് നിൽപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹോള് കാണാമെന്നാണ്, പോര് കയറാൻ പറഞ്ഞു. അങ്ങനെ നേരെ അദ്ദേഹം ചെന്ന് ഷട്ടർ തുറക്കുന്നു, ഈ ഹോളൊക്കെ കാണിക്കുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചു, ഒരു 5-10 മിനിറ്റിനുള്ളിൽ അത് എഗ്രിമെന്റിലേക്ക് നീങ്ങുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് അതിന് താല വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അതിന്റെ ഒരു ചാബി അദ്ദേഹത്തിന് കൊടുത്ത് ബാക്കി 2 ചാബി ഞങ്ങൾ കൈവശം വെച്ചു. അന്ന് തന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസം തന്നെ ഞങ്ങൾ ലോക്ക് ഇട്ടു. അടുത്ത ദിവസം വന്ന് ഞാനും എന്റെ സുഹൃത്തും കൂടെ ആ മുഴുവൻ റൂമും വൃത്തിയാക്കി ഞങ്ങൾ അത് പെയിന്റ് അടിച്ചു. പെയിന്റ് അടിച്ചതിന് ശേഷം അടുത്ത ദിവസം കർത്താവിന്റെ ദൈവസഭയായിട്ട് സമർപ്പിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ആ ജൂലൈ മാസം 20-ാം തീയതി തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് സർവീസ് തുടങ്ങത്തക്ക രീതിയിൽ അത് സംസാരിച്ച അതേ സൺഡേയിൽ, അതിന്റെ നെക്സ്റ്റ് സൺഡേ തന്നെ ഫസ്റ്റ് സർവീസ് ഞങ്ങളിവിടെ ആരംഭിക്കാൻ കർത്താവ് സഹായിച്ചു. അപ്പൊ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്റർ ഇത് ആലോചിച്ചിട്ട് മതി, കാരണം ആൾക്കാർ വരത്തില്ല, ഇത് ഇന്നടുത്ത് ഇന്നാരെ തുടങ്ങി, ഇത്ര വർഷമായിട്ട് ഇത്രയും ആൾക്കാരേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾക്ക് വേറെ ബാക്കപ്പ് ഒന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് ജോലി ചെയ്തൂടെ, ആരോഗ്യം ഉണ്ടല്ലോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നോക്കി ഇതിനകത്ത്, കാരണം സ്തോത്രാഴ്ച കാര്യങ്ങളൊന്നും കിട്ടാനില്ല, നിങ്ങൾക്ക് ആള് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ചെലവാകത്തേ ഉള്ളൂ, വളരെ ബുദ്ധിയോട് വേണം, കാരണം ആരും അങ്ങനെ സഹായിക്കത്തില്ല പാസ്റ്ററെ, നമ്മൾ നേരാമണ്ണം നിന്നിട്ട് നമുക്ക് നല്ല സമയത്ത് കിട്ടുന്നില്ല. അപ്പൊ മൈഗ്രൻസിന്റെ ഇടയിൽ ഞാൻ ഒരു അപ്പോൾ ഈ വചനം
ദൈവാത്മാവിൽ ഞാൻ അവരോട് പറയുവാനിടയായി. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. പ്രത്യേകിച്ച് എന്റെ വൈഫ്, അവളും പറഞ്ഞു നമ്മളോട് ദൈവം സംസാരിച്ചതിനകത്ത് നമ്മൾ ഉറച്ചു നിൽക്കുക, അത്രയേ ഉള്ളൂ. സോഴ്സ് കർത്താവ്. കാരണം ഞങ്ങളുടെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ ചർച്ച നിൽക്കുന്ന സമയത്ത് തന്നെയാണ് സെക്കൻഡ് ടേമിന്റെ ഫീസ് അടയ്ക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ തന്നെ ആ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ സോഴ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കറിയാത്ത ഒരു ദൈവദാസി പുറത്തുനിന്ന് എവിടുന്നോ ഞങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്ററെ, കർത്താവിന്റെ ആത്മ എന്നോട് പറയുന്നു നിങ്ങളുടെ കുഞ്ഞിന്റെ ടെർമിനൽ ഫീസ് അടയ്ക്കണം. അതിന്റെ അടുത്ത ദിവസമാണ്, നെക്സ്റ്റ് ഡേ 10 മണിക്ക് അടയ്ക്കേണ്ട ഫീസ് തലേ ദിവസം രാത്രി 8:30ക്കാണ് ഈ ആന്റിയുടെ കോൾ. ഈ ആന്റി ഞാൻ കണ്ടിട്ടില്ല, ഈ ആന്റി എന്നെ കണ്ടിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ആന്റി പറഞ്ഞു, പാസ്റ്ററെ ഞാനത് കൊടുക്കാം, കർത്താവ് എന്നോട് ശക്തമായിട്ട് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്താണെന്നറിയ മക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ പല ആൾക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളോട് പറയും, പാസ്റ്ററെ നടക്കത്തില്ല, അതിനകത്ത് സോഴ്സ് ഇല്ല, അതിനകത്ത് നമുക്കൊന്നും കിട്ടാനില്ല എന്ന് പറയുമ്പോൾ തന്നെ സർവശക്തനായ ദൈവമാണ് നമ്മളോടൊരു കാര്യം സംസാരിച്ചതെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അതിനുള്ള എല്ലാ പ്രൊവിഡൻസും കർത്താവ് ഒരുക്കി തരും. ഇപ്പൊ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ 6 മാസം പിന്നിടുമ്പോൾ ഈ ഫസ്റ്റ് സൺഡേ 2026 ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ വർഷിപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തിരുന്ന ആ ഹോളിനകത്തുനിന്ന് പുറത്ത് കസേരയിട്ട് ആ ബാക്കിയുള്ള 4 പേര് പുറത്ത് നിന്നാണ് കർത്താവിനെ ആരാധിച്ചത്. എന്ന് പറഞ്ഞാൽ ആ ഹോള് നിറഞ്ഞിട്ട് പുറത്ത് ആൾക്കാർ നിന്ന് ഇപ്പൊ എത്രയും കസേര ഇവിടെ ഉണ്ടായിരുന്നോ അത്രയും കസേരയിലേക്കുള്ള ആൾക്കാരെ കർത്താവ് അയച്ചു. കാരണം ഞാൻ ഒരു സത്യം പറയട്ടെ ദൈവമക്കളെ, ഇവിടെ ഒരുപാട് കാരണം കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നതാണ്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം അത്രേ. ഒരുപാട് പേര് പായിപ്പാട് ദേശത്ത് വന്ന് നിന്ന് പ്രസംഗിച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ ഇവർക്ക് വേണ്ടി അകമഴിഞ്ഞൊരു കാര്യം ചെയ്യാൻ ആരും താല്പര്യപ്പെടാറില്ല. അവിടെ ചെന്ന് പ്രസംഗിക്കുന്ന ഇഷ്ടംപോലെ പ്രസംഗകരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ചെന്ന് കവലകളിൽ നിന്ന് പ്രസംഗിക്കാറുണ്ട്. പക്ഷെ പ്രസംഗിച്ചതിന് ശേഷം ഒരു വീട്ടിൽ പോകാറേ ഉള്ളൂ. ഇവരുടെ ഗ്രാമങ്ങളിൽ ചെന്നോ അല്ലെങ്കിൽ ഇവര് താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഇവരെ കണ്ട് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഇവരുടെ തോളിൽ കൈവച്ച് ഭായി ഞങ്ങളുണ്ട് എന്ന് പറയാൻ ആൾക്കാരെ സത്യത്തിൽ വളരെ എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവര് എടുത്ത തീരുമാനമായിരിക്കും ഹിന്ദിക്കാരുടെ നടുവിൽ ഞങ്ങൾ പോയി സുവിശേഷം അറിയിച്ചോളാമെന്നായിരിക്കാം. പക്ഷെ അവർ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു അനുഭവത്തിൽ പല ആൾക്കാരും പുറകോട്ട് വലിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും അത് പേടിയാണ്. എല്ലാവരും പറയുന്നത് അവര് കർത്താവിനെ സ്വീകരിക്കത്തില്ല, അവര് നമ്മളെ പോലല്ല, അവരെ എപ്പോഴും ഒരു ഐസൊലേറ്റഡ് മോഡിലാണ് പല ആൾക്കാർ കാണുന്നത്. പക്ഷെ ഞങ്ങൾ അവരുടെ അരികിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവർക്ക് ആ ദൈവസ്നേഹം കാണാൻ സാധിച്ചത്. അപ്പം ഞങ്ങൾ ഒരു വിശ്വാസിയാണ് ഈ ഡെയ്സി എന്ന ആന്റിയും ഈ മാത്യു എന്ന അങ്കിളുമാണ് അക്ഷീണം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇവര് കർത്താവിന്റെ വചനവുമായിട്ട് തെരുവുകളെല്ലാം ചെയ്ത് എല്ലാവർക്കും അങ്ങ് കൊടുക്കുകയാണ്. എല്ലാ ദിവസവും ഇവർക്ക് ഇത് തന്നെ പണി. സത്യം, രാവിലെയും വൈകിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങുക, ചെല്ലുക, ഒരു ഹിന്ദിക്കാരനെ കാണുമ്പോൾ നമ്മൾ ചാടിയെന്ന് വീണ് അവനോട് ചോദിക്കുന്നവർക്ക് ബംഗാളിയാണോ അതോ ആസാമിയാണോ അതോ ഒഡീഷക്കാരനാണോ, കാരണം ട്രാക്ട് 3 കൈ പിടിച്ചിട്ടുണ്ട്, ഇത് ഏത് കൊടുക്കണം, നിനക്ക് എന്തോ വേണ്ടേ എന്ന രീതി പറഞ്ഞ അദ്ദേഹത്തെ കൊടുക്കുന്നത്. പക്ഷെ കൃപയാൽ അവരുടെ അക്ഷീണമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. ഇപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു, ആ ഒരു വിശ്വാസിയാണ് ആടിനെ പ്രസവിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പൊ വിശ്വാസികളാണ് മറ്റുള്ള വിശ്വാസികളെ സഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യം പറയാം, അവരെ നോക്കാനും അവരെ പരിചരിക്കാനും ഒരു വലിയ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അധികമായിട്ട് കർത്താവ് അത് വർദ്ധിപ്പിക്കണം. ഈ ആരംഭത്തിൽ തന്നെ ഇത്രയും നല്ലൊരു ഹോള് നിറച്ച് കർത്താവ് ആത്മാക്കളെ തന്നെങ്കിൽ ആ ഹോള് ഞങ്ങൾക്ക് മതിയാകുകയില്ല. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വൈഡ് സ്കെയിലിൽ ഞങ്ങൾക്ക് അത് ഒന്ന് വിപുലീകരിക്കണം. ഒരുപാട് ദൈവദാസന്മാർക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ട്. പക്ഷെ ആരാണോ ആ ഒരു ദർശനം പ്രാപിച്ച് ചാടുന്നത് അവരെ കൊണ്ട് മാത്രമേ ഇതിനകത്ത് പ്രയോജനമുള്ളൂ. അല്ലാതെ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്ന് പ്രതീക്ഷിച്ചോണ്ടിറങ്ങിയാൽ അതിനകത്ത് ഒന്നും നടക്കത്തില്ല. പക്ഷെ പൂർണ്ണമായിട്ട് അവർക്ക് വേണ്ടി ഇറങ്ങാൻ നിൽക്കുന്ന ഒരു തയ്യാറെടുപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സാക്ഷ്യത്തിൽ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു സമയത്ത് എല്ലാ ആൾക്കാരും നോർത്ത് ഇന്ത്യയിലേക്കാണ് മിഷണറിമാരെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും നോർത്ത് ഇന്ത്യയിലേക്കാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ പല പെർസിക്യൂഷൻസും ഞങ്ങൾ ആഴത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സത്യം ഇപ്പൊ കേരളമാണ് ഏറ്റവും നല്ല പ്രദേശം. ഒരു സത്യം ഞാൻ പറയട്ടെ, 3.5 കോടി ജനങ്ങൾ കേരളത്തിൽ താമസിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ, 1 കോടിക്ക് അടുത്ത് 65 ലക്ഷത്തിൽ പരം പരദേശികൾ നമ്മുടെ നാട്ടിൽ കർത്താവ് തന്നിട്ടുണ്ട്. 65 ലക്ഷത്തോളം. ഈ 65 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് എത്ര പാസ്റ്റർമാർ ചെന്നാൽ മതിയാകും? ഒന്ന് ഓർത്ത് നോക്കി. എത്ര നമ്മുടെ വടക്കേന്ത്യയിൽ വന്ന് ഒരുപാട് ദേവദാസന്മാർ നാട്ടിൽ വന്ന് അവരേതേലും മലയാളം ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അങ്ങ് പോകുന്ന അനുഭവം ഞാൻ പലപ്പോൾ. എന്നാൽ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെങ്കിൽ അതിൽ മജോറിറ്റി 80% ആൾക്കാരും മാതൃസഭകളിൽ ചെന്ന് അവർ റിട്ടയർമെന്റ് ലൈഫ് പോലെ കഴിഞ്ഞു കൂട്ടുക. പക്ഷെ ഞാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് മാത്രമല്ല ഈ സൗത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ കർത്താവിന്റെ വചനം ഹിന്ദിക്കാരുടെ നടുവിൽ പ്രസംഗിക്കാൻ ഇന്നും വായിൽ വിളഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ആർ എനിക്ക് വേണ്ടി പോകും, ആർ എനിക്ക് വേണ്ടി വേല ചെയ്യും? ആ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു സാക്ഷ്യം വിരാമം കുറിക്കുമ്പോൾ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും
ഈ വടക്കേന്ത്യയുടെ പ്രദേശത്ത് ഒരു അത്ഭുതം ചെയ്യാൻ ഇനിയും അഭിഷക്തന്മാരെ ഹല്ലേലൂയ ഇനിയും അഭിഷക്തന്മാരെ ഇവിടെ ആവശ്യമുണ്ട്. ഇനി ഒരുപാട് പേരെ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി അതിന് തയ്യാറാകുന്ന ഒരു കൂട്ടർ നമ്മുടെ മുമ്പിൽ വരേണ്ടത് വളരെ ആവശ്യമാണ്. അതിൽ ഈ സാക്ഷി ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഹിന്ദി അറിയാത്ത ഒരു മനുഷ്യൻ, ഹിന്ദിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റിനെ കർത്താവിന്റെ ഇഷ്ടവിഷയമാക്കി മാറ്റി ഇന്ന് അവരുടെ നടുവിൽ അവരുടെ ഒരു ശുശ്രൂഷകയായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് അവരുടെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഹിന്ദി അറിയാവുന്ന ഒരുപാട് പേരെ എനിക്ക് ചുറ്റും നിൽപ്പുണ്ട്. എന്റെ കയ്യിൽ നല്ലവണ്ണം ബൈബിൾ അറിയാവുന്ന ഒരുപാട് പേര് നിൽപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ആ ദൈവിക സ്നേഹത്തോടു കൂടി അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. ഒരുപാട് ആത്മാക്കൾ ഈ ദേശത്ത് ഇനി വിടുവിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ, ഈ കേരളത്തിലാണെങ്കിൽ ഒരുപാട് ക്രൈംസ് വർദ്ധിച്ചു വരുന്നുണ്ട് ഈ വടക്കേന്ത്യക്കാരുടെ ഇടയിൽ തന്നെ. ഞാൻ പറയട്ടെ, ഈ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഇവരെ മാറ്റാനാണ് എന്നെ നിങ്ങൾ ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മൾ അവരുടെ അരികിൽ ഇറങ്ങി ചെല്ലാതെ ഇവരുടെ മൈൻഡ് മാറുകയല്ല. ഹല്ലേലൂയ. നമ്മൾ അവരുടെ അരികിൽ ഇറങ്ങി ചെന്നാൽ മാത്രമേ അവരെ കൊണ്ട് ലാഭം കൊയ്യുന്ന മറ്റു ആൾക്കാർ, ഏത് പ്രയോറിറ്റിയിലുള്ള ആൾക്കാർ നിന്നെങ്കിലും അവർക്ക് നമ്മൾ ചെയ്യുന്ന സേവനം അവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. മോഷണം കുറയും, അല്ലെങ്കിൽ നിജസ്ഥിതിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, ആത്മാർത്ഥതയോട് ജോലി ചെയ്യാൻ തുടങ്ങും, അല്ലെ? ഈ കാര്യങ്ങളെല്ലാം ഒത്തിരി ക്രൈം റേറ്റ് അവരുടെ നടുവിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ സാക്ഷി ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും അനേക ദൈവഭൃത്യന്മാര് ഈ കേരളത്തിൽ എഴുന്നേൽക്കട്ടെ. ഒരുപാട് ആൾക്കാർ, ഞാൻ മനസ്സിലാക്കിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കുറഞ്ഞത് ഒരു വർഷം 25,000-ൽ പരം വടക്കേന്ത്യയിലെ ആൾക്കാർ പെർ ഇയർ ഓരോ വർഷം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ ഈ മുമ്പേ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു 4-5 വർഷം പുറകിലുള്ള അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ അതിനേക്കാൾ ഒരുപാട് മീഡിയയിൽ പോയിട്ടുണ്ട്. ഓരോ വർഷം 25,000-ൽ പരം. അല്ലെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി, കേരളത്തിൽ നിന്നും ബീഹാറിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടുകയില്ല. അത് കിട്ടത്തില്ല. അത് ഫസ്റ്റ് ഡേ തന്നെ ഫില്ലാവും. ഫില്ല് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും മാൾഡയിലേക്കുള്ള, ട്രിവാൻഡ്രം ടു മാൾഡ. അപ്പൊ ഓർത്തോണം, അത്രയും വടക്കേന്ത്യയിലുള്ള ആൾക്കാര് ബി കമ്പാർട്ട്മെന്റിൽ, അതായത് 3rd AC കമ്പാർട്ട്മെന്റ് ഫില്ല് ചെയ്യാനുള്ള മുഴുവൻ ആൾക്കാർ ഇവിടുന്ന് കയറി പോകുന്നുണ്ട്, പ്രതിദിനം കയറി പോകുന്നുണ്ട്. അങ്ങനെയാണ് ഓർക്കണ എത്രത്തോളം വടക്കേന്ത്യക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, എത്രത്തോളം വടക്കേന്ത്യക്കാർ എന്ന് പറഞ്ഞതിന്റെ ആശയം, എത്രത്തോളം അവസരങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഇനിയും വടക്കേന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിനുവേണ്ടി ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതിനുവേണ്ടി കർത്താവ് ഉപയോഗിക്കട്ടെ. ഇത്തരത്തിൽ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിവിയിലുള്ള എല്ലാ ദൈവമക്കളോടും, ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ കർത്താവിന്റെ സാക്ഷ്യമായി നിൽക്കേണ്ട അവസരം തന്ന ദൈവദാസിയോടും അണിയറ പ്രവർത്തകരോടും എല്ലാവരോടുള്ള ക്രിസ്തുയേശുവിലുള്ള വന്ദനത്തെ, സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്നും മിനിസ്ട്രിയായ നിരവധി ആവശ്യങ്ങൾ മുമ്പിൽ കിടക്കുന്നു. അതെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കരമുണ്ടെങ്കിൽ ഈ മിനിസ്ട്രിയെ നമുക്കൊരു വലിയ അനുഗ്രഹമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കർത്താവിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് അത് സാധിപ്പിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാസന്റെ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം കേൾക്കുവാന് കർത്താവ് സഹായിച്ചല്ലോ. ദേവദാസന്റെ വയല് വിളഞ്ഞു കിടക്കുന്നു, എനിക്ക് വേണ്ടി കടന്നു പോകും. ഈ വെല്ലുവിളി ആരേറ്റെടുക്കും? ഹല്ലേലൂയ, സ്തോത്രം. ദേവദാസൻ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ കയറി ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. വളരെ നല്ല കാര്യമാണെങ്കിലും ഇന്ന് നമ്മുടെ കൊച്ചു കേരളം ഒരു നോർത്ത് ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിലും നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം. കർത്താവിൻ്റെ ദാസനെ കർത്താവ് അതിനായി ഒരുക്കുന്നതിനോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പിന്നെ ഉപയോഗിക്കട്ടെ. അനേകർക്ക് കർത്താവിൻ്റെ ദാസനൊരു അനുഗ്രഹമായി തീരട്ടെ. അതുപോലെ അനേകർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ കേരളത്തിൽ നിന്ന് തന്നെ അവരുടെ ഇടയിൽ, നമ്മുടെ അടുത്ത് വന്ന് പാർക്കുന്ന തൊഴിലാളികളുടെ ഇടയിൽ ഇറങ്ങി, അല്ലെങ്കിൽ പരദേശികളായി പാർക്കുന്നവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നല്ലോ, നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവെ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, ഈ സമയത്ത് തിരുസന്നിധിയിൽ അവിടുത്തെ സാക്ഷ്യമായി നിൽക്കുവാൻ കർത്താവ്, ജോയ്സ് ടി വി എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവ് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നതോടത്ത് വിശുദ്ധ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുവല്ലോ. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന പിതാവേ, എന്നെ കേട്ടിരിക്കുന്ന കർത്താവെ, ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർ അത് എങ്ങനെ ഇറങ്ങും?
അതിനുള്ള സ്രോതസ് എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേര് എന്നെ കേൾക്കുന്നു. അപ്പൊ ഞങ്ങൾ അവരെല്ലാം ഓർത്തി സമയം സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഉള്ളിൽ അങ്ങ് കൊടുത്തിരിക്കുന്ന ആ ഒരു വിചാരത്തിനായി സ്തോത്രം, ആ ഒരു ആത്മഭാരത്തിനായി സ്തോത്രം. അതുപോലെ ഓരോ ദിവസവും പ്രഭാതങ്ങളിലും സന്ധ്യകളിലും സമയം വേർതിരിച്ച് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യയുടെ വിടുതൽ കാണണമേ എന്ന് പറഞ്ഞ് അവിടെ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരും അഭിഷക്ത ദാസിമാരും എന്നെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ദിവസങ്ങളിൽ കർത്താവെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കൂടാര വാതിക്കൽ അങ്ങ് എത്തിച്ചു തന്നിരിക്കുന്ന ഈ കർത്താവെ, അവരുടെ ദൈവമക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കർത്താവെ, ഒരു മൈഗ്രന്റ് സഭ എന്ന രീതിയിലേക്ക് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ വിളഞ്ഞു കിടക്കുന്ന വയലിലേക്ക് കർത്താവെ കൊയ്ത്തിനായി ഇറങ്ങി നിൽക്കുന്ന ഒരു കൂട്ടത്തെ സ്വർഗം എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നീ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെക്കായാലും കഴിവുള്ളവർ, ഞങ്ങളെക്കാളും ബലമേറിയവർ, ഞങ്ങളെക്കായാലും കർത്താവെ ഉറപ്പുള്ള അനേകർ ഞങ്ങളുടെ മധ്യയിലുള്ളപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരെയും സ്വർഗം കാണുന്ന കൃപയ്ക്കായി സ്തോത്രം. എഴുന്നേൽക്കാനുള്ള ബലം അവരുടെ ഉള്ളിൽ സ്വർഗം പരിശുദ്ധാത്മാവിൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ ഉള്ളിലേക്കും അവിടുത്തെ ആത്മാവ് ഇപ്പോൾ ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ ആത്മാവ് ഇടപെടുന്ന പക്ഷം അവർ അതിനായി തന്നെ കർത്താവെ ഒരുക്കപ്പെടുവാൻ, അവരെ തന്നെ സമർപ്പിക്കുവാൻ, സിറ്റുവേഷൻസിനെ നോക്കാതെ സ്വയം കർത്താവെ മാറത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിലേക്ക് അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ടെലിവിഷൻ ചാനൽ പ്രോഗ്രാമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർക്ക് ഇതൊരു ആശ്വാസമായി, അനേകർക്ക് ഇതൊരു വിടുതലായി തീരത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ഈ ഒരു കർത്താവ് പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മുൻപോട്ട് സ്വർഗം വഴി നടത്തിയാട്ടെ. ഇതിന് അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഒരുമിച്ച് ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഐശ്വര്യമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും വർധനം ഉണ്ടാകട്ടെ. ഈ ഒരു പുതിയ വർഷം അവരുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ കർത്താവ് വേഗത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങൾ ഏവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ.